അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദീനത്തുന്നൂർ വിദ്യാർത്ഥി യൂണിയൻ ഹദി ദഅവയുടെ റൈസ് ടു ലിറ്റ് സംഘടിപ്പിക്കുന്ന മജ്ന ഗ്രാഫിറ്റി വിർച്വൽ ആർട്സ് കഫേ 2021 ആദ്യത്തെ ടോക്കാണ് നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. അൽഹംദുലില്ലാ പ്രോഗ്രാം കഴിഞ്ഞ ദിവസം പ്രശസ്ത മലയാളി കാലിഗ്രഫി കലാകാരൻ ആർട്ടിസ്റ്റ് നാരായണ ഭട്ടതിരി സാർ ഉദ്ഘാടനം ചെയ്തിരുന്നു. ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട സബ മുഹമ്മദ് ആലുവ സാർ. കലാമേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പരിചയം ഉണ്ടാവും. അദ്ദേഹം ഒരു റിസർച്ച് സ്കോളറാണ്. അതുപോലെ തന്നെ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ മോഡേൺ ആൻഡ് ക്ലാസിക് അറബിക് കാലിഗ്രഫിയുടെ എന്നൊരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ കൂടിയാണ്. കലാരംഗത്ത് ഭീഷണപരമായി ഇടപെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ മജ്ന ഗ്രാഫിറ്റിയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചതിൽ നമ്മൾ കൃതാർത്ഥരാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് അദ്ദേഹം നമ്മോട് ഇൻട്രൊഡക്ഷൻ ടു ഇസ്ലാമിക് ആർട്ട് ആൻഡ് എസ്തെറ്റിക്സ്, ഇസ്ലാമിക കല, സൗന്ദര്യശാസ്ത്രം എന്നിവയ്ക്കൊരു ആമുഖം നൽകാൻ വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത്. കല എന്ന് പറയുന്ന മനുഷ്യ ജീവിതത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു പ്രതിഭാസം. ആ പ്രതിഭാസത്തെ ഇസ്ലാമിക രീതിയിൽ വ്യാഖ്യാനം ചെയ്ത് നിരൂപണം ചെയ്ത് അവതരിപ്പിക്കുന്നതിൽ ഓരോ പ്രബോധനം ഏറ്റെടുത്ത വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മുടെ പങ്കിനെ കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് സബാ സർ നമ്മോട് വളരെ വ്യക്തമായി സംവദിക്കും. സാറെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം അരുളിക്കൊണ്ട് നമ്മോട് സംസാരിക്കാൻ വേണ്ടി സാറിനെ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഓഡിബിളാണ് സാർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദ്യമായി ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച മദീനത്തുന്നൂർ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനും കൂടുതൽ ആ വിഷയത്തിൽ പഠിക്കുവാനും പടച്ചവൻ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പോകുന്ന വിഷയം ഇസ്ലാമിക് ആർട്ട് ആൻഡ് എസ്തെറ്റിക്സ്. നേരത്തെ സ്വാഗത പ്രസംഗികൻ സൂചിപ്പിച്ചതുപോലെ ഒരു വിശാലമായ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് 1 മണിക്കൂറോ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ സമയത്ത് നിന്നുകൊണ്ട് ഞാൻ അവതരിപ്പിക്കേണ്ടത്. ഇസ്ലാമിക് ആർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിൽ ഉൾച്ചേർന്ന് പോയിട്ടുള്ള ഉപഘടകങ്ങൾ, സബ് ഡിവിഷൻസ്, ഓരോ തലങ്ങളെയും 1 മണിക്കൂറിനുള്ളിൽ വ്യവഹരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിലെ പ്രധാനപ്പെട്ട ചില സൂചകങ്ങൾ നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അന്വേഷണത്തിലേക്കായി വിട്ടുതരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
എന്തായിരുന്നാലും ഇസ്ലാമിക കലയുടെ മറ്റു വൈജ്ഞാനിക സാധ്യതകളെക്കുറിച്ചും ഈ ഒരു പരിപാടിയിൽ ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നുണ്ട്. നേരത്തെ ടോപ്പിക്കിൽ പറഞ്ഞതുപോലെ ആൻ ഇൻട്രൊഡക്ഷൻ ടു ഇസ്ലാമിക് ആർട്ട്, നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഇസ്ലാമിക കലയുടെ ഒരു തുടക്കം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ ശരിക്കും ഇസ്ലാമിക് ആർട്ടിനെ കുറിച്ചിട്ട് ഒരു ജനറൽ വേർഷനിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ജനറൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട്, ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സമയം വേണ്ടി വരും. കാരണം നമുക്കറിയാം, ഇസ്ലാമിക ലോകത്ത് നമ്മൾ എടുത്താൽ, ഒരു മാപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഇസ്ലാമിക നാഗരികതയുടെ വലിയൊരു വിഭാഗം, ഒരു രാജ്യങ്ങൾ, ഒരുപാട് രാജ്യങ്ങളുടെ ഒരു കലവറ തന്നെ കാണാൻ കഴിയും. താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് രാജ്യങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ രാജ്യങ്ങളെല്ലാം ഇസ്ലാമിക നാഗരികതയ്ക്ക് കൊടുത്ത, ഇസ്ലാമിക കലയ്ക്ക് കൊടുത്ത സംഭാവനകൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. അത്രയും പാരമ്പര്യം, ഇസ്ലാമിക കലയിൽ അത്രയും പാരമ്പര്യമുള്ള ഒരു മേഖലയാണ്, അല്ലെങ്കിൽ രാജ്യങ്ങളാണ് സെൻട്രൽ ഏഷ്യയിൽ അടങ്ങുന്ന രാജ്യങ്ങൾ. അത് തന്നെ വേറെ പഠിക്കാനുള്ളതാണ്. രണ്ടാമത്തെ വിഭാഗമാണ് അവിടെയുള്ള രാജ്യങ്ങൾ. നോക്കൂ, ഉസ്ബെക്കിസ്ഥാനിലെ സമർഖന്ദിനെ കുറിച്ച് തന്നെ പഠിക്കണം. എന്താണ് സമർഖന്ദി എന്ന് പറയുന്ന രാജ്യം? സമർഖന്ദിനെ കുറിച്ച് പറയുന്നത് തിമൂറുകളുടെ സ്വപ്ന നഗരമാണെന്നാണ്. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഗ്രന്ഥങ്ങളും അതുപോലെ വീഡിയോസൊക്കെ ആ രാജ്യത്തെ കുറിച്ച് അറിയാൻ കഴിയും. അവിടുത്തെ ഇസ്ലാമിക നാഗരികത സംഭാവന ചെയ്ത ഇസ്ലാമിക കലയുടെ ഏടുകളെ കുറിച്ച് നമുക്ക് വായിച്ചറിയാൻ കഴിയും. അപ്പൊ ഞാൻ അതിന്റെ ഇതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പൊതുവായിട്ടുള്ള ചില വശങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതിന്റെ ഡീപ്പായിട്ടുള്ള, അതിന്റെ ഡെപ്തിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പഠനങ്ങൾ നിങ്ങൾ ഓരോരുത്തരുമാണ് നടത്തേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു രാജ്യമാണ് അസർബൈജാനിലെ തിബിരിസി പട്ടണം. ഇതൊന്നും നമ്മൾ കേൾക്കാത്ത സ്ഥലങ്ങളൊന്നുമല്ല. അതുപോലെ ഖുറാസാൻ, അതുപോലെ തന്നെ ഇസ്ഫഹാനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഇസ്ഫഹാനെ നിസ്ഫെ ജഹാൻ എന്നാണ്. ഒരു ലോകത്തിന്റെ പാതി എന്നറിയപ്പെടുന്ന ഒരു രാജ്യമാണ് ഇസ്ഫഹാൻ എന്ന് പറയുന്നത്. കാരണം സാംസ്കാരികമായിട്ട് കലാപരമായി കൊണ്ടെല്ലാം ഉയർന്നു നിന്ന ഒരു രാജ്യമാണ്, ഒരു സ്ഥലമാണ് ഇസ്ഫഹാൻ. അപ്പോൾ താഷ്കന്റ്, ഷീറാസ്, ഹെറാത്ത് എന്ന് പറയുന്ന ഒരുപാട് രാജ്യങ്ങൾ, ഒരുപാട് സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളെല്ലാം തന്നെ സെൻട്രൽ ഏഷ്യയിലെ രാജ്യങ്ങൾ. അവിടെയുള്ള പരമ്പരാഗതമായ ഇസ്ലാമിക കലയെ എങ്ങനെയാണ് സ്വാധീനിച്ചതെന്ന് അറിയണമെങ്കിൽ ആ രാജ്യങ്ങൾ, ആ സ്ഥലങ്ങൾ നമ്മളൊന്ന് അപ്പോ സെൻട്രൽ ഏഷ്യയെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിനുശേഷം നമ്മൾ പോകുന്ന തുർക്കിയിലേക്കാണ്. തുർക്കി ഒരു യൂറോപ്യൻ രാജ്യമാണ് അല്ലേ എന്നുള്ള ചർച്ചകളൊക്കെ ഒരു ഭാഗം നടക്കുന്നുണ്ടെങ്കിൽ പോലും തുർക്കിയെ കുറിച്ച് മാത്രം ഇസ്ലാമിക കലയുടെ പാരമ്പര്യത്തെ നമ്മൾ വേറെ തന്നെ പഠിക്കണം. മറ്റൊന്ന് ചൈനയാണ്. ഞാൻ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് വരികയാണ് കേട്ടോ. ഓരോ സ്ഥലങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു വെച്ചിട്ടല്ലാതെ, അല്ലെങ്കിൽ പറഞ്ഞു പോയിട്ടല്ലാതെ നമുക്ക് ഇസ്ലാമിക് ആർട്ടിനെ അല്ലെങ്കിൽ ഇസ്ലാമിക് ആർട്ടിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. അതുപോലെ നോർത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു കാലത്ത് ഇസ്ലാമിന്റെ ഗോൾഡൻ ഏജസ്, ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടങ്ങൾ കഴിഞ്ഞുപോയ കുറെ രാജ്യങ്ങളുണ്ട് നോർത്ത് ആഫ്രിക്കയിൽ. മൊറോക്കോ, നമ്മൾ മഗ്രിബ് എന്ന് വിളിക്കുന്ന മൊറോക്കോ, തുനീഷ്യ, അൾജീരിയ, ലിബിയ, ഈജിപ്റ്റ്, ഇത്തരത്തിലുള്ള രാജ്യങ്ങളെല്ലാം ചേരുന്നതാണ് സെൻട്രൽ നോർത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത്. അവിടെയും ഇസ്ലാമിക പാരമ്പര്യങ്ങളെ കുറിച്ച് തന്നെ വേറെ തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. യൂറോപ്പിലേക്ക് വന്നാലോ, മുസ്ലിം സ്പെയിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്ലാമിക കലയുടെ വേറെ തലങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഓരോ ഏരിയകളും, ഓരോ പ്രദേശങ്ങളും നിങ്ങളെടുത്ത് വേറെ വേറെ ഒന്ന് വീക്ഷിച്ചു നോക്കുക. എല്ലാം വെറൈറ്റികളാണ്, വ്യത്യസ്തമായ കലാവിഷ്കാരങ്ങളിൽ സമ്പന്നമാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ പ്രദേശങ്ങളും. സെൻട്രൽ ഏഷ്യ ആവട്ടെ, തുർക്കി ആവട്ടെ, നോർത്ത് ആഫ്രിക്ക ആവട്ടെ,
യൂറോപ്പ് ആവട്ടെ, അതായത് മുസ്ലിം സ്പെയിൻ ആവട്ടെ, ഇതെല്ലാം തന്നെ എല്ലാ കലാവിഷ്കാരങ്ങളും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പഠന മേഖലയെ, അല്ലെങ്കിൽ നമ്മൾ ആർട്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ, എനിക്ക് പുതിയ ഈ ആർട്ടിനെ കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഇസ്ലാമിക കലയെക്കുറിച്ച് പഠിക്കേണ്ടത് ശരിക്കും നമ്മൾ ഒരു കാറ്റഗറി തിരിച്ചുകൊണ്ടാണ്. നമ്മൾക്ക് അതിനൊരു പീരീഡ് വേണം, അല്ലെങ്കിൽ നമുക്കൊരു പ്രദേശം, ഒരു പ്ലേസ്, നമ്മൾ പർട്ടിക്കുലർ ഏരിയ നമ്മൾ സെലക്ട് ചെയ്യണം. ഒരു ജനറൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മൾ ഇസ്ലാമിക് ആർട്ടിനെ സംസാരിക്കുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇസ്ലാമിക കലയുടെ പഠിക്കുമ്പോൾ, തലങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറൈസേഷൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് തലങ്ങളിലേക്ക്, ആർട്ടിന്റെ മറ്റു ഡിഫറൻ്റ് ആയ തലങ്ങളിലേക്ക് ചെന്നെത്താൻ കഴിയുമെന്ന് സാന്ദർഭികമായിട്ട് ഞാൻ. അതുപോലെ തന്നെ നമ്മൾ ഇസ്ലാമിക് ആർട്ടിന്റെ പ്രഥമമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കുമ്പോൾ അതിൽ നിർണായക ചെലുത്തുന്ന പള്ളികളെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? മോസ്കുകൾ. കാരണം ഇസ്ലാമിക ലോകത്ത് ഒരാൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം ആ ഇസ്ലാമിക കലയുടെ യഥാർത്ഥ മൂർത്ത രൂപങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പള്ളികളിലാണ്. ഞാൻ ഈ അടുത്ത് നമ്മുടെ ചൈനയിലുള്ള ഹാജി നൂറുദ്ദീൻ, അദ്ദേഹം ചൈനീസ് ഇസ്ലാമിക് കലിഗ്രാഫറാണ്. അദ്ദേഹവുമായിട്ട് ഇന്റർവ്യൂ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂ ചെയ്യാനുള്ള അവസരത്തിൽ ഇസ്ലാമിക് കലിഗ്രാഫി അല്ലെങ്കിൽ അറബിക് കലിഗ്രാഫിയെ സ്വാധീനിച്ച ഒരു ഘടകമായി പറഞ്ഞത് ചൈനയിലെ പള്ളികളാണ്. അദ്ദേഹം അവിടെ പറഞ്ഞ ഒരു പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൈനയിൽ ഫീമെയിൽ മോസ്കുകളാണുള്ളത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ കേരളത്തിൽ അത് ചിലപ്പോൾ അതിനെ കുറിച്ചിട്ട് പറയുമ്പോൾ വലിയ വിപ്ലവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫീമെയിൽ മോസ്ക് എന്ന് പറഞ്ഞാൽ സ്ത്രീ പങ്കാളിത്തത്തോടെ, അല്ലെങ്കിൽ സ്ത്രീകൾ എല്ലാ രീതിയിൽ, എല്ലാ അർത്ഥത്തിലും സഹകരിച്ചു പോരുന്ന അല്ലെങ്കിൽ നിയന്ത്രിച്ചു പോരുന്ന പള്ളികൾ. നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഫീമെയിൽ മോസ്കുകളെ കുറിച്ചിട്ട് ഒരുപാട് കാണാൻ കഴിയും. അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നത് അറബിക് കലിഗ്രാഫിയെ, ചൈനയിലെ അറബിക് കലിഗ്രാഫിയെ സ്വാധീനിക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ഘടകം, ഒരു ടൂളാണ് എന്ത്? പള്ളികൾ എന്ന് പറയുന്നത്. ഏത്? ചൈനയിലെ പള്ളികൾ, ഫീമെയിൽ മോസ്കുകൾ. അവിടെ അറബിക് കലിഗ്രാഫി പഠിപ്പിക്കുന്നുണ്ട്, ഇസ്ലാമിക്കിന്റെ മറ്റു ആർട്ട് സിസ്റ്റങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് പള്ളിയെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡൽഹിയിലേക്ക് വന്നാൽ, ഡൽഹിയിൽ ഫിറോസാബാദ് എന്ന് പറയുന്ന ഒരു നഗരമുണ്ട്. ഡൽഹിയിലെ 5ാമത്തെ നഗരം. ഡൽഹിയിലെ 7 നഗരങ്ങൾ ചേർന്നാണ് ഡൽഹി എന്ന് പറയുന്ന പ്രദേശം. 7 പൗരാണിക നഗരങ്ങൾ. എല്ലാത്തിലേക്കും ഞാൻ കടക്കുന്നില്ല. അതിൽ 5ാമത്തെ നഗരമാണ് ഫിറോസാബാദ്. ഫിറോസ് ഷാ തുഗ്ലക് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ നാട്. ആ നഗരത്തെ അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ് ജിന്ന് സിറ്റി, ദ ജിന്ന് നഗരം. ജിന്ന് നഗരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫിറോസാബാദിനെ കുറിച്ച് കൂടുതൽ വായിക്കാൻ കഴിയും. അവിടെ ആ ഫിറോസാബാദിലെ ഉള്ളിൽ അവരുടെ ആ ഒരു കോട്ടക്കുള്ളിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേരാണ് ജാമി മസ്ജിദ്. ഞാനിത് പറയാൻ കാരണം 1343 കാലത്ത് തിമൂറുകൾ എന്ന് പറഞ്ഞാൽ മംഗോളിയരുടെ ഒരു വകഭേദമായിട്ടുള്ള ആളുകളാണ്. മംഗോളുകൾ നിരന്തരമായിട്ട് ഡൽഹിയെ ആക്രമിക്കാൻ ആ സമയത്ത് ശ്രമിച്ചിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് അതിനെല്ലാം മുസ്ലിം ഭരണാധികാരികൾ മംഗോളുകളുമായിട്ടൊക്കെ യുദ്ധം ചെയ്തിട്ടുണ്ട്, അതിർത്തിയിലേക്ക് വരാതെ. പക്ഷേ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലമായതോടുകൂടി ഈ മംഗോളുകൾ ഡൽഹിയിലേക്ക് കടക്കുകയും വലിയ രീതിയിലുള്ള നാശം വിതക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അവർ ഈ കോട്ടക്കുള്ളിൽ കയറിയപ്പോൾ അവരെ അത്ഭുതപ്പെടുത്തിയ ഒരു നിർമ്മിതി എന്ന് പറയുന്നത് പള്ളിയായിരുന്നു. ഈ ജാമി മസ്ജിദ് ആയിരുന്നു. ഈ ജാമി മസ്ജിദ് അവരവിടെ കാണുകയും അതുപോലെ തന്നെ ഇദ്ദേഹം, ഈ തിമൂറുകളുടെ നേതാവ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെയുള്ള പള്ളി പോലെ ഒരു പള്ളി
ഇവരുടെ സമർഖന്ദ്, തിമൂർ, ഞാൻ നേരത്തെ പറഞ്ഞു തിമൂറുകളുടെ സ്വപ്ന നഗരമായ സമർഖന്ദിലും ഇതുപോലൊരു പള്ളി പണിതു. ആ പള്ളിയുടെ പേരാണ് ബീബി ഖാനം മസ്ജിദ്. ഉസ്ബെക്കിസ്ഥാനിൽ സമർഖന്ദിൽ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബീബി ഖാനം മോസ്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പള്ളി കാണാം. ആ പള്ളിയുടെ ആർക്കിടെക്ചറൽ രീതികൾ, അതിന്റെ രൂപകൽപ്പന എന്ന് പറയുന്നത് ഡൽഹിയിലെ ഫിറോസാബാദിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ജാമി മസ്ജിദിന്റെ അതേ ശൈലിയിൽ തന്നെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതേ രൂപത്തിൽ, അതേ നിർമ്മാണ വൈവിധ്യങ്ങളോട് കൂടി തന്നെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഡൽഹിയിലുള്ള അതേ പള്ളി തന്നെ എവിടെയുണ്ട്? ഉസ്ബെക്കിസ്ഥാനിൽ ഇപ്പോഴുമുണ്ട്. അപ്പോ ആ പള്ളിക്ക് വേണ്ടി 95 ആനകളുടെ അകമ്പടിയോടെ ഇവിടെ നിന്ന് സാധന സാമഗ്രികൾ അതുപോലെ തന്നെ മനുഷ്യ വിഭവങ്ങളുമായിട്ടാണ് തിമൂറുകൾ അന്ന് ആ രാജ്യം വിട്ടു പോയത്, അല്ലെങ്കിൽ ഡൽഹി വിട്ട് സമർഖന്ദിലേക്ക് പോയത്. അപ്പൊ ഒരു വലിയ ചരിത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക് ആർട്ടിനെ സ്നേഹിക്കുക, അതായത് തിമൂറുകളുടെ മംഗോളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരൊരു സ്ഥലത്ത് നിൽക്കില്ല. അവര് ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് പിടിച്ചടക്കി ഓരോ രാജ്യങ്ങൾ പിടിച്ചടക്കിയാണ് മുന്നോട്ട് പോവുക. പക്ഷേ ഡൽഹിയിലെത്തി അവരെ അതിശയിപ്പിച്ച ഒരു ആർക്കിടെക്ചറൽ രീതി എന്ന് പറയുന്നത്, ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ആ പള്ളിയുടെ നിർമ്മാണമായിരുന്നു. അതേ സ്റ്റൈലിൽ തന്നെ ബീബി ഖാനം പള്ളി എന്ന പേരിൽ ഒരു പള്ളി സമർഖന്ദിൽ അവർ നിർമ്മിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഇങ്ങനെ ഓരോ ചരിത്രത്തെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഡൽഹി പറയാൻ കാരണം നൂറ്റാണ്ടുകളോളം ഒരു മുസ്ലിം സംസ്കാരത്തിന്റെ ഏടുകൾ എഴുതപ്പെട്ട സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ഓരോ മോണമെന്റിൽ പോയാലും, ഏത് മോണമെന്റിൽ പോയാലും അവിടെയെല്ലാം നിങ്ങൾക്ക് പള്ളികൾ കാണാം. നിങ്ങൾ കുത്തുബ് മിനാറിൽ പോയി കഴിഞ്ഞാൽ അവിടെയും ഉള്ളിൽ പള്ളിയുണ്ട്. നിങ്ങൾ തുഗ്ലക്കാബാദ് ഫോർട്ടിൽ പോയാൽ അവിടെയും പള്ളിയുണ്ട്. നിങ്ങൾ ഏതെല്ലാം ഫോർട്ടുകളിലാണോ പോകുന്നത്, ഡൽഹിയിലെ ഏത് മുസ്ലിം നിർമ്മിതിക്കുള്ളിൽ നിങ്ങൾ പോയാലും അവിടെയെല്ലാം പഴയകാല പൗരാണിക പള്ളികൾ നിങ്ങൾക്ക് കാണാം. ചിലതെല്ലാം തകർന്നു പോയിട്ടുണ്ട്, ചിലതെല്ലാം നിലവിലുണ്ട്. അപ്പോ ഇതിലെല്ലാം അവിടെയെല്ലാമുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ആ പള്ളികളെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും അവിടെയെല്ലാം ഉള്ള ആർക്കിടെക്ചറൽ രീതികൾ വളരെ സുന്ദരമായിട്ടാണ് അവരതിനെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ആ ഒരു തന്മയ ഭാവത്തോടു കൂടി ഇസ്ലാമിക കലയുടെ ഏറ്റവും സുന്ദരമായ ആവിഷ്കാരങ്ങളായിട്ടാണ് പള്ളികളെ മുഗളന്മാരും ഡൽഹി സുൽത്താൻമാരും കണ്ടിട്ടുള്ളത്. നിങ്ങൾ ഡൽഹിയുടെ ചരിത്രങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാൽ, പള്ളികളെ കുറിച്ച് പഠിച്ചു നോക്കിയാൽ, ഇസ്ലാമിലെ പള്ളിയുടെ വർണ്ണനകളെ കുറിച്ച് പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിശയകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയും. ഞാൻ പറയുന്നു, ആ പള്ളികളെ കുറിച്ച് തന്നെ നമുക്കൊരു ടോക്ക് നടത്തേണ്ടതുണ്ട്. അത് അത്രയും വിശാലമായിട്ടുള്ള ഒരു വിവരണങ്ങളാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഇന്തോ തുർക്കിഷ്, ഇന്തോ ഇസ്ലാമിക്, ഇന്തോ അറബിക് എന്നൊക്കെയാണ് ഇന്ത്യയിലെ ഇസ്ലാമിക കലയെ ചരിത്രം വിളിക്കുന്നത്. നിങ്ങൾ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ, ഇന്തോ, തുർക്കിഷ് എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് വന്ന മുസ്ലിം ഭരണാധികാരികളുടെ തലമുറ അല്ലെങ്കിൽ അവരുടെ ഒറിജിൻ. അവർ ഏത് രാജ്യക്കാരായിരുന്നു? അവര് ഒറിജിനലി തുർക്കിക്കാരായിരുന്നു. അവർ തുർക്കി വഴി, സെൻട്രൽ ഏഷ്യ വഴിയാണ് ഡൽഹിയിലേക്ക് വന്നത്. അപ്പൊ സ്വാഭാവികമായും ഇന്ത്യയിലെ ചരിത്രം ഇസ്ലാമിക കലയെ വിളിച്ചത് എങ്ങനെയാണ്? ഇന്തോ തുർക്കിഷ് എന്നാണ്. ഇന്തോ അറബിക്, ഇന്തോ ഇസ്ലാമിക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കീവേഡുകൾ, ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്, പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചരിത്രത്തിൽ പോലും ഇസ്ലാമിക കലയെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഡൽഹിയിൽ ഒരുപാട് പാലസുകളുണ്ട്, അതുപോലെ തന്നെ മക്ബറകളുണ്ട്. ഡൽഹിയിൽ ഇഷ്ടംപോലെ മക്ബറകളുണ്ട്. ആ മക്ബറകളുടെ കുംഭഗോപുരം, ഏതൊരു പള്ളിക്കും മക്ബറക്കും കുംഭഗോപുരം ഉണ്ടാവും. ഒരു വലിയ മുകളിൽ കാണുന്ന രീതിയിൽ കാണുന്ന ഗോപുരം, അതിനു മുകളിൽ ഒരു താഴികക്കുടം ഉണ്ടാവും. ആ താഴികക്കുടം യഥാർത്ഥത്തിൽ ഹിന്ദു ആചാരപ്രകാരം നിർമ്മിക്കപ്പെട്ടതാണ്. കലശ് എന്നാണ് അതിനെ പറയാ, കലശ്. അപ്പൊ നിങ്ങൾ തുഗ്ലക്കാബാദ് ഫോർട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മക്ബറയുണ്ട്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ മക്ബറ അവിടെയാണ് കാണാൻ കഴിയുക. അപ്പോൾ ആ മക്ബറ ഉണ്ടാക്കിയിരിക്കുന്ന ആർക്കിടെക്ചറൽ രീതി എന്ന് പറയുന്നത് ഇസ്ലാമിക രീതിയിലാണ്. പക്ഷേ അതിന്റെ മുകളിൽ കാണുന്ന താഴികക്കുടം ഹൈന്ദവ ആചാരപ്രകാരം കാണുന്ന ഒരു താഴികക്കുടമാണ്. എന്തുകൊണ്ട് അവിടെ വന്നു എന്ന് ചോദിച്ചാൽ, ഇവിടത്തെ ഇന്ത്യയിലെ സംസ്കാരവുമായി ചേർന്നുകൊണ്ട് ഒരു കലാവിഷ്കാരം വേണമെന്നുള്ള മുസ്ലിം ഭരണാധികാരികളുടെ നിർബന്ധ ബുദ്ധിയാണ് അങ്ങനെ വരാൻ കാരണം. അതായത് ഇവിടെയുള്ള സംസ്കാരത്തോട് ചേർന്ന് നിൽക്കണം എന്നുള്ളൊരു ഒരു വാശി, അല്ലെങ്കിൽ
ഇവിടത്തെ കലാവിഷ്കാരങ്ങളെ മുസ്ലിം ഭരണാധികാരികൾ ബഹുമാനിച്ചിരുന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് എന്ത്? മുസ്ലിം മോണമെന്റുകളിൽ കാണുന്ന ഹൈന്ദവ രീതികളിലുള്ള ഈ ചിഹ്നങ്ങൾ നിങ്ങൾ പഠിച്ചു നോക്കുക. മുസ്ലിം പിന്നെ ഡൽഹിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശങ്ങളെ കുറിച്ച് പഠിച്ചു നോക്കിയാൽ അത്തരത്തിലുള്ള ഒരുപാട് അടയാളങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ എല്ലാം അർത്ഥം എന്ന് പറയുന്നത് പള്ളി മുമ്പുണ്ടായിരുന്ന അമ്പലം പൊളിച്ച് പള്ളി വെച്ചു എന്നല്ല. അങ്ങനെ ഒരു ചർച്ച ഇവിടെ ഈ അടുത്ത കാലത്ത് വരുന്നു എന്നുള്ളത് ഈ വിഷയം കൊണ്ടാണ്. കാരണം അതിന്റെ ചരിത്രം അറിയാത്തത് കൊണ്ടാണ്. അത് അമ്പലം പൊളിച്ച് പള്ളി ഉണ്ടാക്കിയതല്ല, മറിച്ച് പള്ളി ഉണ്ടാക്കുകയും ഈ രാജ്യത്തെ സാംസ്കാരികമായിട്ടുള്ള നാഗരികമായിട്ടുള്ള പൈതൃകങ്ങളെ മനസ്സിലാക്കിയ മുസ്ലിം ഭരണാധികാരികൾ ഈ രാജ്യത്തോടുള്ള സ്നേഹം കാരണം അല്ലെങ്കിൽ ഇഷ്ടം കാരണം അവർ ഈ ഹൈന്ദവ ആചാരങ്ങളെ ബഹുമാനിച്ചുകൊണ്ടാണ് ആ കുംഭഗോപുരത്തിന് മുകളിൽ കാണുന്ന താഴിക കുടങ്ങൾ സ്ഥാപിച്ചത്. ഒരു മതമൈത്രി രീതിയാണ് മുഗളന്മാരും ഡൽഹി സുൽത്താൻമാരും ഇവിടെ വരിച്ചു വന്നത്. അല്ലെങ്കിൽ അവരെല്ലാം ഭരണം നടത്തിയിരുന്നപ്പോൾ പോലും ആ ഒരു മതമൈത്രി ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ മറ്റു തലങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നമ്മളുടെ ഇസ്ലാമിക കലയുടെ പിന്നെ ആഗമനവും അല്ലെങ്കിൽ ഈ ഓരോ സ്ഥലത്തേക്കുള്ള അതിന്റെ വരവിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ അർത്ഥത്തിൽ ഇന്ത്യയിലേക്കുള്ള അവരുടെ വരവ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു മുസ്ലിം അല്ലെങ്കിൽ ഏതൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളവും അതിന്റെ തുടക്കം നമ്മൾ പഠിക്കൽ വളരെ അനിവാര്യമായ കാര്യമാണ്. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിക് ആർട്ടിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഇസ്ലാമിക് ആർക്കിയോളജി. നിങ്ങൾ പലരും അറിഞ്ഞ കാര്യമായിരിക്കും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വായനയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. എന്താണ് ഇസ്ലാമിക് ആർക്കിയോളജി? പുരാവസ്തു ശാസ്ത്രം. നമ്മൾ ആർക്കിയോളജിനെ മാത്രം എടുത്തു കഴിഞ്ഞാൽ, ആർക്കിയോളജി എന്ന് പറയുമ്പോൾ പുരാവസ്തു ശാസ്ത്രം, നമ്മൾ അതിനെ അങ്ങനെ ഒരു ചെറിയ വാക്കായിട്ടാണ് പരിഗണിക്കുക. എന്താണ് ഇസ്ലാമിക് ആർക്കിയോളജി? നിങ്ങൾ ലോകത്ത് ഗൂഗിളിൽ വെറുതെ നിങ്ങൾ ആർക്കിയോളജി, ഇസ്ലാമിക് ആർക്കിയോളജി എന്ന് അടിച്ചു കൊടുക്കുക. ലോകത്ത് ഒരുപാട് പാശ്ചാത്യ യൂണിവേഴ്സിറ്റികളിൽ ഇസ്ലാമിക് ആർക്കിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ് എന്തിന്റെ കീഴിലാണെന്നറിയോ? അത് ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്ന, നമ്മളെല്ലാം നമ്മുടെ വിവിധ സംഘടനകളുടെ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇസ്ലാമിക് ആർക്കിയോളജി ഉണ്ട്. എന്തുകൊണ്ടാണ് ഇസ്ലാമിക് ആർക്കിയോളജി ഇസ്ലാമിക് ആർട്ടിന്റെ പ്രധാന വശമായി വന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇസ്ലാമിക് ആർട്ട് എവിടെയും ഒരു സ്വതന്ത്രമായി നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ല. ഞാനീ പറയുന്നത് അതിന്റെ വസ്തുതകൾ വെച്ചുകൊണ്ടാണ്. വസ്തുതകൾ വെച്ചു എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിക് ആർക്കിയോളജിയെ കുറിച്ചിട്ട് നിങ്ങൾ നെറ്റിൽ അടിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ അതിന്റെ ഇസ്ലാമിക് ആർട്ടിനെ കുറിച്ച് നിങ്ങൾ അതിന്റെ പഠന വൈജ്ഞാനിക തലങ്ങളെ കുറിച്ച് അടിച്ചു നോക്കിയാൽ, എവിടെയൊക്കെയാണ് ആ കോഴ്സ് ഉള്ളതെന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കഴിയും ഇസ്ലാമിക് ആർട്ട് എന്ന് പറയുന്ന ഒരു സ്വതന്ത്രമായ ശാഖ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒപ്പം തന്നെ ഇസ്ലാമിക് ആർക്കിയോളജി, ഇസ്ലാമിക് ആർട്ടിനൊപ്പം ഇസ്ലാമിക് ആർക്കിയോളജി, അതുപോലെ തന്നെ ആർക്കിടെക്ചർ, അതുപോലെ തന്നെ ഹിസ്റ്ററി, ഇതെല്ലാം മ്യൂസിയോളജി, ഇതെല്ലാം തന്നെ ചേരുന്നതാണ് ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിക് ആർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇസ്ലാമിക് ആർട്ട് ഒരു സ്വതന്ത്രമായ ഒരു പഠനശാഖയല്ല. വ്യത്യസ്ത പഠനശാഖകൾ അതിനോട് ചേർന്ന് വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കിയോളജി വരും, ആർക്കിടെക്ചർ വരും, മ്യൂസിയോളജി വരും, പെയിന്റിങ് വരും, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെയിന്റിങ് വരും. അതുപോലെ തന്നെ മറ്റൊരു ഇതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലാംഗ്വേജസ്. ഉദാഹരണത്തിന് നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മൾ പഠിക്കുന്ന അറബി, ഇംഗ്ലീഷിന് പുറമെ ഇസ്ലാമിക് ആർട്ടിൽ അല്ലെങ്കിൽ ഇസ്ലാമിക് ആർക്കിയോളജിയിൽ പഠിപ്പിക്കപ്പെടുന്ന ഭാഷകളാണ് തുർക്കിഷ് ഭാഷ, അതുപോലെ തന്നെ പേർഷ്യൻ, ഉറുദു, അതുപോലെ തന്നെ ജർമ്മൻ, ഗ്രീക്ക്, ലാറ്റിൻ, ഇത്തരത്തിലുള്ള ഭാഷകൾ കൂടി ഇസ്ലാമിക് ആർട്ട് ആൻഡ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം ഇസ്ലാമിക് ആർട്ട് എന്ന് പറയുന്ന ഒരു പഠന വിഷയം ഒരു വിദ്യാർത്ഥിക്ക് മനസ്സിലാവണമെങ്കിൽ അറബി ഭാഷ മാത്രം അറിഞ്ഞാൽ പോരാ. കാരണം അതൊരു പൗരാണികമായിട്ടുള്ള ചരിത്ര വസ്തുതകളെ മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഇന്ത്യയിൽ നമുക്കറിയാം, ഇന്ത്യയിലെ ചരിത്രങ്ങൾ, ഇസ്ലാമിക കലയെക്കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ നമുക്ക് പേർഷ്യൻ ഭാഷ അറിഞ്ഞിരിക്കണം. പേർഷ്യൻ ഭാഷ എന്ന് പറയുന്നത് ഇന്ത്യയിലെ കോർട്ട് ലാംഗ്വേജ് ആയിരുന്നു, കോടതി ഭാഷ. ഇന്ന് ആ ഭാഷ ഇന്ത്യയിൽ ഇല്ല, ഉണ്ടെങ്കിൽ കൂടി വളരെ കുറവാണ്. അതിന്റെ മറ്റൊരു വകഭേദമായിട്ട് ഉറുദു കടന്നു വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പേർഷ്യൻ ഭാഷ അറിയാതെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഇസ്ലാമിക കലയുടെ ഏടുകൾ നമുക്ക് പെറുക്കിയെടുക്കാൻ കഴിയില്ല, കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. അതുപോലെ തന്നെ തുർക്കിഷ് ഭാഷ, തുർക്കി ഞാൻ നേരത്തെ പറഞ്ഞു ഇസ്ലാമിക കലയുടെ വലിയ വിപ്ലവങ്ങൾ നടത്തിയ രാജ്യമാണ്.
സ്വാഭാവികമായിട്ടും അറബി ഭാഷയ്ക്ക് പുറമെ തുർക്കി ഭാഷ കൂടി അല്ലെങ്കിൽ ടർക്കിഷ് ഭാഷ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തിനു വേണ്ടി? ഇസ്ലാമിക കലയുടെ ചരിത്രത്തെ നമ്മൾ അന്വേഷിക്കുമ്പോൾ. മറ്റൊന്ന് പിന്നെ ഉറുദു ആണ്, അതും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അറബി പിന്നെ നമ്മൾ നമ്മുടെ മത സ്ഥാപനങ്ങളിൽ പണ്ട് മുതലേ പഠിപ്പിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് പ്രയാസകരമായ കാര്യമല്ല. ഒരുപാട് വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ, ഇസ്ലാമിക കലയുടെ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അറബി ഭാഷയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത്തരത്തില് നമ്മൾ ഓരോ ഭാഷകളെയും, അറബി ഭാഷക്ക് പുറമെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേർഷ്യൻ, അതുപോലെ ഉറുദു, അതുപോലെ നമ്മൾ പഠിക്കേണ്ട ജർമ്മൻ, ലാറ്റിൻ, ഗ്രീക്ക് ഭാഷകൾ കൂടി നമ്മൾ പഠിക്കണം. കാരണം നമ്മൾ പൗരാണിക കാലഘട്ടം നമ്മൾ എടുത്തു പരിശോധിക്കുക. ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക് സ്കോളേഴ്സ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ, ഇസ്ലാമിക പണ്ഡിതന്മാർ അറബി ഭാഷയിൽ മാത്രം പ്രാവീണ്യമുള്ളവരായിരുന്നില്ല. അവര് ലാറ്റിൻ ഭാഷകളിൽ പ്രാവീണ്യമുള്ളവരായിരുന്നു. അവർക്കറിയാത്ത ഭാഷകൾ ഉണ്ടായിരുന്നില്ല. കാരണം അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. നിരവധി ഗ്രന്ഥങ്ങൾ അവര് വ്യത്യസ്ത ഭാഷകളിൽ നിന്നും, ഹിബ്രു, ലാറ്റിൻ ഭാഷകളിൽ നിന്നും അവർ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് എന്ത് വേണ്ടിയിരുന്നു? അറബി ഭാഷയ്ക്ക് പുറമെ ലാറ്റിൻ, ഗ്രീക്ക് ഭാഷകളിൽ കൂടി പ്രാവീണ്യം വേണ്ടിയിരുന്നു. അപ്പൊ നമ്മുടെ കലാലയങ്ങളിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഷ കൂടിയാണ് ഇത്തരത്തിലുള്ള ഭാഷകൾ. അറബി, ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പുറമെ ഇസ്ലാമിക കലയെ അടുത്തറിയണമെങ്കിൽ ഒരു വിദ്യാർത്ഥി പഠിക്കേണ്ട ഭാഷകളിൽ പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി നമ്മൾ മ്യൂസിയോളജിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് മ്യൂസിയോളജി? ഇസ്ലാമിക് ആർട്ട് എന്ന് പറയുമ്പോൾ അതിനോട് കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു പഠന ശാഖയാണ് മ്യൂസിയോളജി. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ലോകത്തെ ഏറ്റവും വില പിടിച്ച അമൂല്യ ഗ്രന്ഥങ്ങൾ, മാനുസ്ക്രിപ്റ്റ്സ്, കയ്യെഴുത്ത് പ്രതികൾ, അതുപോലെ തന്നെ ആഭരണങ്ങൾ, അതുപോലെ തന്നെ പെയിന്റിങ്ങുകൾ, അതുപോലെ തന്നെ ആർട്ട് വർക്കുകൾ, മറ്റു ആർട്ട് വർക്കുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുക മ്യൂസിയങ്ങളിലാണ്. അതിന്റെ യഥാർത്ഥ കയ്യെഴുത്ത് പ്രതികൾ, മാനുസ്ക്രിപ്റ്റ്സ്, പ്രൈമറി സോഴ്സ് എന്ന് പറയുന്ന അതിന്റെ യഥാർത്ഥ കയ്യെഴുത്ത് പ്രതികളെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ, നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണണമെങ്കിൽ നിങ്ങൾ മ്യൂസിയങ്ങൾ സന്ദർശിക്കണം. ലോകത്ത് വലിയ ഫേമസ് ആയ മ്യൂസിയങ്ങളുണ്ട്. ആ മ്യൂസിയങ്ങളിലാണ് ഇത്തരത്തിലുള്ള വില പിടിച്ച, അമൂല്യമായ, വിലമതിക്കാനാവാത്ത ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ വിലമതിക്കാനാവാത്ത ഒരുപാട് അപൂർവ വസ്തുക്കളെല്ലാം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു കാര്യം അറിയണമെങ്കിൽ അത് മ്യൂസിയോളജി പഠിച്ചേ മതിയാവുള്ളൂ. കാരണം പ്രത്യേകിച്ച് നമ്മൾ പെയിന്റിങ്ങിനെ കുറിച്ച് പറയുന്നു. പെയിന്റിങ്, ഏറ്റവും വില കൂടിയ പെയിന്റിങ്ങുകൾ നിങ്ങൾ എവിടെയാണ് സൂക്ഷിക്കപ്പെട്ടിരുന്നത് ചോദിച്ചാൽ അത് മ്യൂസിയങ്ങളിലാണ്. അല്ലാതെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ അച്ചടിച്ച ഫോട്ടോ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. അതിന്റെ ഒറിജിൻ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് ആ വർക്ക് കാണണമെങ്കിൽ നിങ്ങൾ മ്യൂസിയങ്ങൾ സന്ദർശിക്കണം. അപ്പോൾ ഇസ്ലാമിക് ആർട്ടിന്റെ മറ്റൊരു തലമാണ്, അല്ലെങ്കിൽ അതിനോട് കണക്ട് ചെയ്ത് പറയേണ്ട ഒരു പഠന ശാഖയാണ് മ്യൂസിയോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പഠന ശാഖയാണ്, പഠന വിഷയമാക്കേണ്ട ഒരു കാര്യമാണ് അറബി കാലിഗ്രാഫി. അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിലവിൽ വലിയ രീതിയിലുള്ള വിപ്ലവം നടത്തി മുന്നേറുന്ന ഒരു ആർട്ടാണ്. നമ്മുടെ സ്ഥാപനങ്ങളിൽ ഇസ്ലാമിക് ആർട്ടിൽ അറബിക് കാലിഗ്രാഫിയെ വലിയ രീതിയിൽ പരിപോഷിപ്പിക്കുകയും വലിയ രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ അറബിക് കാലിഗ്രാഫിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കേരളത്തിലേക്കൊന്ന് വരേണ്ടതുണ്ട്. കാരണം ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനം നിങ്ങൾ എടുത്തു നോക്കുക, അവിടെയൊന്നും അറബി ഭാഷയ്ക്ക് വേണ്ടി സ്വന്തമായി ഒരു ഖത്ത് സ്വന്തമായി ഉണ്ടാക്കിയതായിട്ട് എൻ്റെ അറിവിലില്ല, കേരളത്തിലല്ലാതെ. കേരളത്തിലാണ് ഇന്ത്യയിൽ സ്വന്തമായി ഒരു ഖത്ത്, സ്വന്തമായി ഒരു ആ കേരളത്തിന്റെ സാംസ്കാരിക, ഭാഷ, വേഷ, എല്ലാ രീതികളിലുമുള്ള ബാക്ക്ഗ്രൗണ്ടുകളും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ഖത്ത് ഉയർന്നു വന്നത്. ഖത്ത് പൊന്നാനി എന്ന് പറയുന്ന, ഖത്ത് പൊന്നാനി എഴുത്ത് രീതി എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു എഴുത്ത് രീതി വളർന്നു വന്നത് കേരളത്തിൽ മാത്രമാണ്. അല്ലാതെ കേരളത്തിന്റെ പുറത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ അറബി ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അവർ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത എന്തെങ്കിലും ഖത്തിനെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അങ്ങനെ കാണാൻ കഴിയില്ല. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ
കേരളത്തിൽ സ്വന്തമായിട്ട് ഒരു ഖത്ത്, ഇന്ത്യയിൽ നമ്മൾ എടുത്തു നോക്കിയ ഒരു സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും നമുക്ക് എന്ത് കാണാൻ കഴിയില്ല, സ്വന്തമായ ഒരു ഖത്ത് എന്ന് പറയുന്നത് കാണാൻ കഴിയില്ല. പക്ഷെ കേരളത്തിൽ ഖത്ത് പൊന്നാനി എന്ന് പറയുന്ന ഒരു ഖത്ത് തന്നെ ഡെവലപ്പ് ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പൊന്നാനി പിന്നെ പ്രദേശം ബേസ് ചെയ്തുകൊണ്ടുള്ള ഇസ്ലാമിക നാഗരികത, ഇസ്ലാമിക ഒരു പാരമ്പര്യം നിലനിന്ന സ്ഥലമായിരുന്നു കേരളത്തിൽ പൊന്നാനി എന്ന് പറയുന്നത്. സ്വാഭാവികമായും അവിടെ ഉയർന്നു വന്ന പള്ളികൾ, നിങ്ങൾ പൊന്നാനിയിലെ പള്ളികൾ നിങ്ങൾ പോയി നോക്കണം, അല്ലെങ്കിൽ മലബാറിലെ ഒരുപാട് പള്ളികൾ നിങ്ങൾ പോയി നോക്കണം. ഇപ്പോഴും അവിടെയൊക്കെയും കാണുന്ന ആർക്കിടെക്ചറൽ രീതികൾ, അതിനെക്കുറിച്ചിട്ടൊന്നും വ്യക്തമായ പഠനങ്ങൾ ഇപ്പോഴും നടന്നിട്ടില്ല. ആ പള്ളികളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഖത്തുകൾ ഏത് ശൈലിയിലുള്ളതാണ്? ചിലതെല്ലാം ഖത്തു കൂഫിയുണ്ട്, ചിലതെല്ലാം ഖത്തു പിന്നെ പൊന്നാനിയിലാണ്. ഖുർആൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കേരളത്തിൽ ഖുർആൻ എഴുതിയിട്ടുള്ളത് ഖത്ത് പൊന്നാനി, അറബി മലയാള ലിപി എഴുതിയിരിക്കുന്നത് അധികം ഖത്ത് പൊന്നാനിയിലാണ്. ഖുർആൻ അങ്ങനെ ഖത്ത് പൊന്നാനി ലിപിയിൽ ഖുർആൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തും അങ്ങനെ ഒരു വിപ്ലവം, ഖത്തിലൊരു വിപ്ലവം നടന്നിട്ടില്ല. പക്ഷെ കേരളത്തിൽ അത് നടന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ മറ്റു ചരിത്ര വസ്തുതകളെ കുറിച്ചിട്ട് എവിടെയും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, അറബി കലിഗ്രാഫിയെ കുറിച്ച് അല്ലെങ്കിൽ അറബിയിലെ എഴുത്ത് ശൈലികളെ കുറിച്ച് പഠിക്കുമ്പോൾ കേരളത്തിൽ വളരെ വ്യക്തമായി മുന്നേറ്റം നടത്തിയ ഒരു വിഷയമായിട്ട് അറബി കലിഗ്രാഫിയെ നമുക്ക് ഉയർത്തി കാണിക്കാം. അതുപോലെ തന്നെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മ്യൂസിയോളജിയെ കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ ഖത്ത് പൊന്നാനിയെ കുറിച്ച് നമ്മൾ ഇപ്പോൾ കേട്ടു. ഇതില് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ത്യയിൽ തന്നെ, കേരളം കഴിഞ്ഞു, കേരളത്തിന് പുറത്ത് നമ്മൾ മുഗൾ അല്ലെങ്കിൽ ഡൽഹി സുൽത്താൻമാരെ കുറിച്ച് പറയുമ്പോൾ, ഖത്തിനെ കുറിച്ച്, അറബി കലിഗ്രാഫിയെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഏടുകൾ ഉള്ള ഒരു സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത്. കാരണം ഖത്തെ ബാബരി, മുഗളന്മാരുടെ സ്ഥാപകനായ ബാബർ സ്വന്തമായ വികസിപ്പിച്ചെടുത്ത ഒരു ഖത്താണ് ഖത്തെ ബാബരി എന്ന് പറയുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, അത് നിങ്ങളുടെ പഠനങ്ങൾക്കായി ഞാൻ വിട്ടുതരികയാണ്. ഖത്തെ ബാബരി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഖത്താണ്. ആ ഖത്തിൽ അതേ കയ്യെഴുത്ത് രീതിയിൽ തന്നെ ബാബർ നിരവധി ഗ്രന്ഥങ്ങൾ, നിരവധി ഖുർആൻ പതിപ്പുകൾ എഴുതി മക്കയിലേക്കും മദീനയിലേക്കും അയച്ചിരുന്നതായിട്ട് തെളിവുകളുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയിലെ, സെൻട്രൽ ഏഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു എഴുത്ത് ശൈലിയാണ് ഖത്തു നസ്തഅലീഖ്, അതായത് ഖത്തു ഫാർസി എന്ന് പറയും. നമുക്കറിയാം ഉറുദു എഴുതുന്നത്, നിലവിൽ ഉറുദു ഭാഷ എഴുതുന്നത് ഖത്തു ഫാരിസി സ്റ്റൈലിലാണ്. നിങ്ങൾ ഉറുദു എഴുതുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ചെരിവോട് കൂടിയാണ് ഖത്ത് ഫാരിസിയൊക്കെ നമ്മൾ എഴുതുക. ഖത്തു നസ്തഅലീഖ് എന്ന് പറയുന്ന ശൈലിയുണ്ട്, ഖത്തു തഅലീഖ് എന്ന് പറയുന്നുണ്ട്, ഖത്തു ഫാരിസി എന്ന് പറയുന്ന, അങ്ങനെ വ്യത്യസ്തമായ ശൈലികളിൽ ഈ പേര് അറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പേർഷ്യൻ സ്റ്റൈൽ അറിയപ്പെടുന്നുണ്ട്. അതാണ് സെൻട്രൽ ഏഷ്യയിലുള്ള എഴുത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഒരു മാസം മുമ്പ് തുനീഷ്യയിലെ പ്രസിദ്ധനായ ഒരു കലിഗ്രാഫറുമായിട്ട് അൽഹംദുലില്ലാഹ് എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഉമർ ജൊംനി. നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു കൊടുത്താൽ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഒമർ ജൊംനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അറബി കലിഗ്രാഫിയിൽ വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് ലോകത്ത്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ കണ്ടിട്ട് ജർമ്മൻ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകിയിരുന്നു. അപ്പൊ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ സംസാരത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞത് 60 ഖത്തുകളിൽ, നിങ്ങൾ മനസ്സിലാക്കണം, 60 ഖത്തുകളിൽ ഖുർആൻ എഴുതിയ രാജ്യമാണ് ഞങ്ങളുടേതെന്നാണ് പറഞ്ഞത്. 60 ഖത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ചില ഖത്തുകളുണ്ട് അല്ലെ, നമ്മൾ എഴുതുന്ന ചില അറബി എഴുത്ത് ശൈലികളുണ്ട്. എന്താണ് ഖത്തു സുലുസ്, ഖത്തു നസ്ഖ്. ഖുർആൻ സ്വാഭാവികമായി നമ്മുടെ കയ്യിലുള്ള ഖുർആനൊക്കെ എഴുതിയിരിക്കുന്ന ഖത്തു നസ്ഖ് ശൈലിയിലാണ്. ഖത്തു സുലുസ് ഉണ്ട്, ഏറ്റവും ടഫസ്റ്റ് എന്ന് പറയാം. അതായത് ഒരാൾക്ക് പഠിക്കാൻ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു ഖത്താണ് ഖത്തു സുലുസ് എന്ന് പറയുന്നത്. ഖത്തു നസ്ഖിലാണ് ഖുർആനൊക്കെ എഴുതിയിരിക്കുന്നത്. ഖത്തു ദീവാനി ഉണ്ട്, ഖത്തു റുക്അ ഉണ്ട്. ഇതിന് പുറമെ അറബി കലിഗ്രാഫിയിൽ 60 ഖത്തുകളിൽ ഖുർആൻ എഴുതിയ രാജ്യമാണ് തുനീഷ്യ. ആ തുനീഷ്യയിലെ ഉമർ ജൊംനി എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് എനിക്ക് കുറച്ചു നേരം സംസാരിക്കാൻ അവസരം ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൽ പറഞ്ഞത്, അവിടെ ഖത്തുൽ മഅരിബി എന്ന് പറയാം, ഖത്തുൽ മഗ്രിബി, മൊറോക്കൻ സ്റ്റൈൽ എന്ന് പറയുന്ന സ്റ്റൈൽ ഉണ്ട്, അതവിടെ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഖത്തു പൊന്നാനി എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ പ്രദേശത്തിന്റെയും സാംസ്കാരികമായ
നാഗരികതയ്ക്ക് അല്ലെങ്കിൽ സാംസ്കാരികമായ വ്യത്യാസങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഓരോ രാജ്യത്തും പ്രത്യേകമായ ഹത്തുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ഓരോ സ്ഥലത്തും ചേർത്തുകൊണ്ടാണ് ആ ഹത്തിനെ പേരിടുക. അപ്പൊ നമ്മൾ ഹത്ത് ഫൊന്നാനി എന്ന് പറഞ്ഞതുപോലെ അവിടെ ഹത്ത് മഗ്രിബി എന്ന് പറഞ്ഞാൽ മൊറോക്കോ സ്റ്റൈൽ. അതുപോലെ തന്നെ ഹത്ത് തൂനിസി ഉണ്ട്, തുനീഷ്യൻ സ്റ്റൈൽ. ഹത്ത് സുഡാനി സ്റ്റൈൽ. അപ്പോൾ ഈജിപ്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാജ്യമാണ് സുഡാൻ. നിങ്ങൾ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. അവിടെയും കലിഗ്രാഫി അറിയപ്പെടുന്ന അവരുടെ പ്രദേശവുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ ഹത്തുൽ അന്ദുലുസി, അതായത് നമ്മൾ നോർത്ത് ആഫ്രിക്കയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സ്പെയിനിലേക്ക്, മുസ്ലിം സ്പെയിനിലേക്ക് എങ്ങനെയാണ് എഴുത്തുകൾ വന്നത്, എഴുത്ത് രീതികൾ വന്നതെന്ന് വെച്ചാൽ അത് മൊറോക്കോ വഴിയാണ്. മൊറോക്കോ, തുനീഷ്യ വഴിയാണ് മുസ്ലിം സ്പെയിനിലേക്ക് ഹത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും ഹത്ത് വികസിച്ചു. ആ ഹത്തിന് അവർ പേരിട്ടിരിക്കുന്ന ഹത്തുൽ അന്ദുലൂസി എന്നാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഞാൻ എല്ലാം പറയാൻ എനിക്ക് നേരമില്ല. ഓരോ അറബി കലിഗ്രാഫിയുടെ ഓരോ പ്രദേശങ്ങൾ നമ്മളെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങൾ, അറബി കലിഗ്രാഫിയുടെ തലങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഉമർ ജംനി എന്നോട് പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം ഖുർആൻ എഴുതാൻ തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം സൂറത്ത് ആല ഇമ്രാൻ വരെ അദ്ദേഹം ഖുർആൻ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഹത്ത് അൽ മബ്സൂത്തി എന്ന് പറയുന്ന ഹത്തിലാണ്. ഹത്തുൽ മബ്സൂത്തി എന്ന് പറയുന്നത് നോർത്ത് ആഫ്രിക്കയിൽ മാത്രം എഴുതപ്പെടുന്ന, ഖുർആൻ എഴുതുന്ന, വളരെ സുന്ദരമായി ഖുർആൻ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു ഹത്ത് ശൈലിയാണ് ഹത്തുൽ മബ്സൂത്തി എന്ന് പറയുന്നത്. നിങ്ങൾ നെറ്റിൽ അടിച്ചു കൊടുത്താൽ ഹത്ത് മബ്സൂത്തി എന്ന് അടിച്ചു കൊടുത്താൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഹത്തുൻ നസ്ഖ് അത്തൂനിസി, തുനീഷ്യയിലെ ഹത്തുൻ നസ്ഖ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഹത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഖുർആൻ സാധാരണ എഴുതുന്ന രീതിയാണ്. അതുപോലെ തന്നെ അൽ ഹത്ത് അൽ മുജൗഹരി, ഈ മുജൗഹരി എന്ന് പറയുന്നത് പിന്നെ നോർത്ത് ആഫ്രിക്കയിൽ കരാറുകൾ, വിവാഹ ഉടമ്പടികൾ, അതുപോലെ തന്നെ ഫിഖ് ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം എഴുതുന്നത് ഈ ഹത്തിലായിരിക്കും. എന്തില്? അൽ ഹത്ത് അൽ മുജൗഹരി. അതുപോലെ തന്നെ അൽ ഹത്ത് അൽ ഖൈറുവാനി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു, ഖൈറുവാൻ എന്ന് പറയുന്ന സ്ഥലം മൊറോക്കോയിലെ ഖൈറുവാൻ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അല്ലെങ്കിൽ ഡെവലപ്പായി വന്ന ഒരു ഹത്താണ് അവിടെ ഉള്ളത്. അപ്പോൾ ഓരോ ഹത്തും, ഞാൻ പറയുന്നത് ഓരോ ഹത്തിനും അത് എഴുതേണ്ടത് എങ്ങനെയാണെന്നുണ്ട്. ഇപ്പൊ ഖുർആൻ എഴുതുന്നത് ഒരു ഹത്തിലാണെങ്കിൽ അതേ ഹത്ത് വെച്ച് ഫിഖ് ഗ്രന്ഥങ്ങൾ എഴുതില്ല, അതേ ഹത്ത് വെച്ച് മറ്റു ഗ്രന്ഥങ്ങൾ എഴുതില്ല. അത് ആ പർട്ടിക്കുലർ ഏരിയക്ക് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്ത ഒരു ഹത്തായിരിക്കും. അതുപോലെ തന്നെ തുനീഷ്യയിലെ പ്രസിഡന്റ്, തുനീഷ്യൻ പ്രസിഡന്റിനെ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. അദ്ദേഹത്തിന്റെ പേര് കൈസ് സയീദ് എന്നാണ്. കൈസ് സയീദ് നിലവിലുള്ള തുനീഷ്യൻ പ്രസിഡന്റ്. അദ്ദേഹം ഉമർ ജംനിയോടൊപ്പം കലിഗ്രാഫി പഠിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ലെറ്ററുകൾ, മുറാസലാത്തുകൾ, നമ്മൾ ഒഫീഷ്യൽ ലെറ്ററുകൾ എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി, പ്രസിഡന്റ് മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കേണ്ട കത്തുകൾ അദ്ദേഹം സ്വന്തമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് ഫേമസ് ആയിരുന്നു. ഫേസ്ബുക്കിലൊക്കെ അദ്ദേഹത്തിന്റെ ആ ഹത്ത് ഉണ്ടായിരുന്നു. കൈസ് സയീദിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു മുറാസലാത്തുകളൊക്കെ നിങ്ങൾക്ക് പിന്നെ ഗൂഗിളിൽ നിന്ന് ലഭിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ലോകത്ത് വലിയ വിപ്ലവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, അറബി കലിഗ്രാഫി രംഗത്ത് വലിയ വിപ്ലവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ചൈനയിലേക്ക് വന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഹാജി നൂറുമായിട്ടുള്ള എൻ്റെ ഒരു ഇന്റർവ്യൂ, വളരെ എന്താ പറയാ, പുതിയ അറിവുകളാണ് ആ ഒരു ഇന്റർവ്യൂവിലൂടെ എനിക്ക് ലഭിച്ചത്. കാരണം നമ്മൾ ചൈനയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഹത്ത് എഴുതുന്ന കലം, നിങ്ങളുടെ കയ്യിലുള്ള ബാംബു കലം എന്ന് പറയുന്ന കലം, അത് അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ചൈനയിൽ നിന്നാണ്. കാരണം ഈ മുള കൊണ്ടുള്ള സംഗതികൾ, നമ്മൾ മുള കൊണ്ട് ചെയ്യുന്ന, നമ്മുടെ കയ്യിൽ നമ്മൾ ഉപയോഗിക്കുന്ന മുളങ്കോലുകളെല്ലാം ആദ്യമായി ലോകത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയത് ചൈനക്കാരാണ്. അവരുടെ കയ്യിൽ ഒരു വിഷറി എപ്പോഴും ഉണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ഒരു മുളയിൽ തീർത്ത വിഷറികൾ, അതുപോലെ മുള കൊണ്ടുള്ള മറ്റു ഒരുപാട് സംഗതികൾ. അവരുടെ ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൽ പോലും മുള എന്ന് പറയുന്ന സാധനത്തെ കാര്യമായി ഉപയോഗിക്കുന്നവരാണ്. അപ്പോ മഷി, അതുപോലെ ഇങ്ക്, അതുപോലെ തന്നെ കലം, ഇത് രണ്ടും ആദ്യമായി ലോകത്ത് അവതരിപ്പിച്ചത്, അച്ചടി എന്ന് പറയുന്ന പിന്നെ ഉപയോഗം ആദ്യമായി ലോകത്ത് അവതരിപ്പിച്ചത് ചൈനക്കാരാണ്. അത് പിന്നീട് മറ്റു ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് കടന്നു വന്നു. നിങ്ങൾ ചൈനയിൽ പോയും അറിവ് സമ്പാദിക്കണം എന്നാണ് പ്രവാചകൻ നമ്മളോട് പഠിപ്പിച്ചത്, അല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ ചൈനയിൽ പോയും അറിവ് നേടണം എന്ന് പറഞ്ഞത്? അപ്പൊ അത് പ്രവാചകൻ പറഞ്ഞ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഹദീസ് വരണമെങ്കിൽ എന്തോ ഒരു പ്രത്യേകത ചൈന എന്ന് പറയുന്ന രാജ്യത്തുണ്ട്. ഇപ്പോഴും നമ്മൾ പല കാര്യങ്ങളിലും ചൈനയെയാണ് പിൻപറ്റുന്നത്. ചൈനയെ നമ്മൾ അത്ഭുതത്തോടു കൂടിയാണ് കാണുന്നത്, അല്ലെ?
അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത് അവിടെയും ഹത്തിന്റെ വിഷയത്തിൽ നമ്മൾ വരുമ്പോഴും പ്രത്യേകത കാണാം. കാരണം ചൈനീസിൽ അറബിക് കാലിഗ്രാഫി എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവരുടെ ചൈനീസ് ലാംഗ്വേജിന്റെ ശൈലിയിലാണ് അവർ അറബി എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ മലയാളം എഴുതുന്ന രീതിയിൽ നമ്മൾ അറബി എഴുതി എങ്ങനെ ഇരിക്കും? നമ്മുടെ നാട്ടിലുള്ള മലയാളം എഴുതുന്ന വട്ടെഴുത്ത് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ അറബി എഴുതി കഴിഞ്ഞാൽ ഇരിക്കുന്ന സ്വഭാവത്തിലല്ല ചൈനീസിൽ എഴുതുക. അവരുടെ രീതിയിരിക്കുന്ന അവരുടെ തനത് ഭാഷയിലേക്ക് അറബി അക്ഷരങ്ങളെ അവർ കൊണ്ടുവന്ന് ചെയ്തത്. ഉദാഹരണത്തിന് നമ്മൾ കേരളത്തിൽ ഹത്ത് സുലുസിൽ തന്നെ എഴുതാം അല്ലെ, നമ്മൾ വേറെ രീതികളൊന്നും അല്ല എഴുതാം. പക്ഷെ ചൈനയിൽ അങ്ങനെയല്ല. അവിടെ ഹത്തുൽ അൽ മുസ്ഹഫ് അസ്വീനി എന്ന് പറയുന്ന ഒരു എഴുത്ത് ശൈലിയുണ്ട്. മുസ്ഹഫ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഹത്ത് അവർ റെഡിയാക്കിയിട്ടുണ്ട്. അത് ഡെവലപ്പ് ചെയ്തത് ഹാജി നൂറുദ്ദീൻ സാഹിബാണ്. ഹത്ത് അൽ മുസ്ഹഫ് അസ്വീനി എന്ന് പറഞ്ഞ ചൈനീസ് മുസ്ഹഫ് രീതി എഴുതുന്ന രീതി. അതുപോലെ തന്നെ ഹത്തു നസ്ഖ് ലിഖുതുബുദ്ദീനിയാത്ത് ഫിഖ് ഗ്രന്ഥങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ഒരു എഴുത്ത് ശൈലി. അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട്, ഞാൻ എല്ലാം പറയുന്നില്ല, ഒരുപാട് ഹത്തുകൾ ചൈനീസ് നമ്മൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ, ചൈനയിലെ ഇസ്ലാമിക് കലിഗ്രാഫിയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു തലം തന്നെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹത്തു നസ്തലിക്ക് പേർഷ്യൻ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതാണ് ലോകത്ത് ഇസ്ലാമിക അറബിക് കാലിഗ്രാഫിയുടെ ചലനങ്ങൾ നമ്മൾ വായിക്കാൻ തുടങ്ങിയാൽ നമുക്ക് അനുഭവപ്പെടുന്നത് വ്യത്യസ്തമായിട്ടുള്ള അറിവുകളും വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളുമായിരിക്കും. ഇനി അടുത്തത്, ഞാൻ അടുത്ത ഒരു പോയിന്റിലേക്ക് പോവുകയാണ്. അടുത്തത് എന്ന് പറയുന്നത് ട്രാവലോഗ്സ് ആണ്, സഞ്ചാര സാഹിത്യങ്ങൾ. നമ്മുടെ സ്ഥാപനങ്ങളിൽ എത്ര സ്ഥാപനങ്ങളിലാണ് നമ്മൾ ട്രാവലോഗ്സ് പഠിപ്പിക്കുന്നത്? ഇസ്ലാമിക കലാലയങ്ങളിൽ ഏറ്റവും പഠിപ്പിക്കേണ്ട ഒരു പഠന വിഷയമാണ് സഞ്ചാര സാഹിത്യങ്ങൾ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് ഇസ്ലാമിക് ആർട്ടിനെ, ഇസ്ലാമിക കലയെ ഡെവലപ്പ് ചെയ്യുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ഒരു പഠനശാഖയാണ് എന്ത്, അല്ലെങ്കിൽ ഒരു പഠന വിഭാഗമായി മാറേണ്ടതാണ് സഞ്ചാര സാഹിത്യം. നമുക്കറിയാം, ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു യാത്ര ചെയ്യുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഒരു 10 പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് അറിവ് കിട്ടുന്ന ഒരു ടൂളാണ് യാത്ര എന്ന് പറയുന്നത്. നിങ്ങൾ യാത്ര പോകുമോ എവിടെയെങ്കിലും, അവിടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന അറിവുകൾക്ക് നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങളെക്കാൾ കനമുണ്ടായിരിക്കും, വ്യാപ്തി ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ് ആ യാഥാർത്ഥ്യം, നിങ്ങൾ അനുഭവിച്ചറിയുകയാണ് ആ യാഥാർത്ഥ്യം. അപ്പൊ സ്വാഭാവികമായും സഞ്ചാര സാഹിത്യങ്ങൾ ഇസ്ലാമിക് ആർട്ടിനെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിച്ചതായി നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഇബ്നു ബത്തൂത്തയുടെ അർരിഹില എന്നൊക്കെ പറയുന്ന അറബി ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഈ അർരിഹില എന്ന് പറയുന്ന ഗ്രന്ഥം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കുക. ഓരോ പ്രദേശത്തും ഇബ്നു ബത്തൂത്ത പോയത് വളരെ വ്യക്തമായി അടയാളപ്പെടുത്തുന്നുണ്ട്. ഓരോ രാജ്യത്തിന്റെയും ആർക്കിടെക്ചറൽ രീതികൾ, അവിടെയുള്ള പള്ളികളുടെ നിർമ്മാണ വൈവിധ്യങ്ങൾ, അറബിക് കലിഗ്രാഫിയുടെ വ്യത്യസ്തമായ തലങ്ങൾ. അദ്ദേഹം സഞ്ചരിക്കാത്ത രാജ്യങ്ങളില്ല. അപ്പോൾ ഓരോ രാജ്യത്ത് പോകുമ്പോഴും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടുള്ള വ്യത്യസ്തമായ ആർട്ട് രീതികളെ അദ്ദേഹം ആ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ആർട്ട്, നമ്മുടെ ഇസ്ലാമിക കലാ പഠന മേഖലയിലേക്ക് സഞ്ചാര സാഹിത്യങ്ങൾ കടന്നു വരാത്തതെന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്ന, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിക വൈജ്ഞാനിക വിദ്യാഭ്യാസം എന്ന് പറയുന്ന തലത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത് ഒരു ചെറിയ പോർഷനിലല്ല. അതൊരു വലിയ മറ്റു ഘടകങ്ങൾ കൂടി അതിലേക്ക് വരേണ്ടതുണ്ട്. അതിന്റെ മറ്റൊരു കാര്യം പറയാം, ഞാനത് അതിലേക്ക് വരും ഇൻഷാ അല്ലാഹ്. മറ്റൊന്നാണ് ഹോർട്ടിക്കൾച്ചർ. ഈ ഹോർട്ടിക്കൾച്ചറിനെ കുറിച്ച് ഞാൻ ഇതിന്റെ സൗന്ദര്യശാസ്ത്രം, എസ്തെറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ ഹോർട്ടിക്കൾച്ചറിനെ കുറിച്ച് പറയാം. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് ജിയോമെട്രി, ജ്യാമിതീയ കല. അതിനെക്കുറിച്ചിട്ടും നമ്മുടെ കേരളത്തിലെ മുസ്ലിം അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അറിവുണ്ട് എന്ന് എനിക്കറിയില്ല. അറബിക് കലിഗ്രാഫിയെ അടുത്തറിഞ്ഞ അത്രയും ജിയോമെട്രിയെ നമ്മൾ അടുത്തറിഞ്ഞിട്ടില്ല. എന്താണ് ജിയോമെട്രി? നമുക്കറിയാം, ഒരു ഹണികോം, ഒരു തേനീച്ചയുടെ കൂട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊരു ഇങ്ങനെ 4-8 രീതിയിൽ ഇങ്ങനെ കോണാകൃതിയിലായിരിക്കും, ഷഡ്ഭുജാകൃതിയിൽ. അതുപോലെ തന്നെ നിങ്ങൾ ജാലികൾ ശ്രദ്ധിക്കുക, ജനാലയുടെ അത് നിർമ്മിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ രീതികളിലായിരിക്കും. പൗരാണികമായിട്ടുള്ള ജാളികൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതാണ് ശരിക്കും ജിയോമെട്രി എന്ന് പറയുന്നത്.
ഒരു വൃത്തം, ആ വൃത്തത്തെ പിന്നീട് വ്യത്യസ്തമായ വൃത്തങ്ങൾ ചേർത്തിക്കൊണ്ട് വ്യത്യസ്തമായ തലങ്ങളിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു രീതി. അതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് സ്പിരിച്വൽ വേൾഡ് അതിനുണ്ട്, എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ആത്മീയമായിട്ടുള്ള ഒരു തലം. ആത്മീയ തലം എന്ന് പറയുന്നത് അള്ളാഹു പടച്ചവനെയും ഈ ഭൂമിയെയും, അല്ലെങ്കിൽ ഈ ഭൂമിയെയും ആകാശത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു ടൂളാണ്, ഒരു കണ്ണിയാണ് ജിയോമെട്രി എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ ജിയോമെട്രിയെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. സംസ്കാരങ്ങൾ ഒരുമിക്കാം. ഇപ്പോൾ ജിയോമെട്രിയിൽ കളർ ഉപയോഗിക്കും, ധാരാളം കളേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ആർട്ടാണ് ജിയോമെട്രി. ഇസ്ലാമിക് പാറ്റേൺസ് എന്ന് പറയുന്ന ഒരു പഠന വിഭാഗം തന്നെ പല പാശ്ചാത്യ യൂണിവേഴ്സിറ്റികളും പിന്നെ അവരുടെ ഇസ്ലാമിക് ആർട്ടിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇസ്ലാമിക് പാറ്റേൺ. നിങ്ങൾ സ്റ്റാർ എന്ന് പറയുന്ന നക്ഷത്രത്തെ നിങ്ങളൊന്ന് പിന്നെ ശരിക്കും ഒന്ന് നോക്കുക. സ്റ്റാർ എന്താണ് അതിന്റെ പ്രത്യേകത? ശരിക്കും ജിയോമെട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്റ്റാർ. ഇസ്ലാമിക് ജിയോമെട്രിയുടെ, ഇസ്ലാമിക് ജിയോമെട്രി തന്നെ വേറെ ഒരു ടോക്ക് നടത്തേണ്ട വിഷയമാണ്. കാരണം അത് അത്രയും വിശാലമായ അർത്ഥത്തിൽ യൂറോപ്പ് പോലും സ്വീകരിച്ച ഒരു പിന്നെ ആർട്ടാണ് ജിയോമെട്രി എന്ന് പറയുന്നത്. നിങ്ങൾ അൽഹാംബ്ര പാലസ് ഗ്രാനഡയിലെ മുസ്ലിം സ്പെയിനിന്റെ മുസ്ലിം സ്പെയിൻ നമുക്ക് സംഭാവന ചെയ്ത ഏറ്റവും വലിയ നിർമ്മിതിയാണ്, മുസ്ലിം നിർമ്മിതിയാണ് ഗ്രാനഡയിലെ അൽഹാംബ്ര പാലസ്. അവിടെയുള്ള ജിയോമെട്രി പാറ്റേൺസിനെ കുറിച്ച് നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ഞാനതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇതെല്ലാം തന്നെ ഞാൻ പറയുന്നത് ഓരോ പ്രദേശങ്ങളും എടുത്ത് ജിയോമെട്രിയെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഇസ്ലാമിക കലയുടെ സ്പിരിച്വാലിറ്റി, അതിന്റെ ഒരു ആത്മീയ തലം എന്ന് പറയുന്നത് വേറെ തന്നെയായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഓരോരുത്തരും, ഞാൻ പറയുന്നത് ഇതിന്റെ ഏതൊക്കെ തലങ്ങളിലേക്ക് വായിക്കാൻ കഴിയും അത്രയും നമ്മൾ പഠന മേഖലയിലേക്ക് ആർട്ടിനെ കൊണ്ടുവരണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ തന്നെ താജ്മഹൽ പോയിട്ടുള്ളവരായിരിക്കും നിങ്ങളിൽ പല ആളുകളും. താജ്മഹലിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ താജ്മഹൽ പുറത്തു നിന്ന് കാണുമ്പോൾ ഒരു സൗന്ദര്യമുണ്ട്, പക്ഷേ അതില് കാണുന്ന അറബി കാലിഗ്രാഫി എഴുതിയിരിക്കുന്നുണ്ട്. അതില് പല സൂറത്തുകളും അതിൽ എഴുതിയിട്ടുണ്ട്, ആയത്തുകളും എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ പതിപ്പിച്ചിരിക്കുന്ന ഓർണമെന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പിന്നെ ആഭരണങ്ങളെല്ലാം പിന്നെ ഉണ്ടാക്കുന്ന ഇസ്ലാമിക് ഓർണമെന്റേഷൻ എന്നാണ് അതിനെ പറയാം. അതായത് പിന്നെ ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു ശൈലിയിൽ തന്നെ വരക്കുക, ഡിസൈൻ ചെയ്യുക. അപ്പൊ ആ ഡിസൈനിങ്ങിൽ യഥാർത്ഥത്തിൽ ഇത് പിന്നെ ഡൽഹി സുൽത്താൻമാരുടെ കാലഘട്ടത്തെ പഠിച്ചാൽ ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ കഴിയും ഓർണമെന്റേഷനെ കുറിച്ചിട്ട്. നിങ്ങൾ അതൊന്ന് യൂട്യൂബിലോ എവിടെയെങ്കിലും ഇസ്ലാമിക് ജിയോമെട്രിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പിന്നെ വ്യത്യസ്തമായ രൂപങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് പിന്നെ അതിൽ തന്നെ ഒരു ഇന്നർ ക്വാളിറ്റി, ഇന്നർ ബ്യൂട്ടി എന്ന് പറയുന്ന അതാണ്. ഈ ജിയോമെട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. ഒരു ഇന്നർ ബ്യൂട്ടി, ഒരു ആന്തരികമായ സൗന്ദര്യം അതിനുണ്ട്. ഇസ്ലാമിക കലയെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട, അതിനെ ആസ്വദിക്കേണ്ട എയ്സ്തെറ്റിക്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എയ്സ്തെറ്റിക്സ് എങ്ങനെയാണ് ഇസ്ലാമിക കലയെ നമ്മൾ ആസ്വദിക്കേണ്ടത് എന്നുള്ളൊരു വലിയ ഒരു ചോദ്യം തന്നെയാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു ആർട്ട് കണ്ടാൽ, ഒരു ഇസ്ലാമികമായിട്ടുള്ള ഒരു പെയിന്റിങ് അല്ലെങ്കിൽ ഒരു കലിഗ്രാഫി അല്ലെങ്കിൽ ഒരു ജിയോമെട്രി പാറ്റേൺ കണ്ടാൽ നമ്മൾ എന്താണോ അതിൽ നിന്ന് വായിച്ചെടുക്കുന്നത്, നമ്മൾ എന്താണോ അതിൽ നിന്ന് വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്, അതാണ് ആ വർക്കിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കലിഗ്രാഫി വർക്ക് കണ്ടു, അത് ഓരോ ആളുകൾ കാണുമ്പോഴും അതിൽ നിന്ന് വായിച്ചെടുക്കുന്നത് വ്യത്യസ്തമായ കലാവൈവിധ്യങ്ങളായിരിക്കും. അത് തന്നെയാണ് ആ കലയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണോ ആ വർക്കിൽ കാണുന്നത്, എന്ത് പ്രത്യേകതയാണോ നിങ്ങൾ ആ വർക്കിൽ കാണുന്നത്, അതാണ് ആ കലയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ വർക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോ ഈ ഇന്നർ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇന്നർ ബ്യൂട്ടി, അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സൗന്ദര്യം. നിങ്ങളൊരു വർക്ക് ചെയ്താൽ ആ വർക്കിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യത്തെ വായിച്ചറിഞ്ഞ ചില ആളുകളെങ്കിലും ഇസ്ലാമിലേക്ക് വന്ന കഥകൾ നമുക്ക് കാണാം. നിങ്ങൾക്കറിയാം, ഫുആദ് ഹോണ്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഫുആദ് ഹോണ്ട, അദ്ദേഹം ജപ്പാനീസ് കാലിഗ്രാഫറാണ്, ജപ്പാനീസ് മുസ്ലിം കാലിഗ്രാഫറാണ് ജപ്പാനിലെ. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനുണ്ടായിരുന്ന കാരണം എന്താണെന്നറിയോ? അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പിന്നെ ജോലിയാർത്ഥം പോവുകയും അവിടെ വെച്ചാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. ഇസ്ലാം സ്വീകരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം പിന്നെ ഇസ്ലാമിക് ആർട്ടാണ്, അറബിക് കലിഗ്രാഫിയാണ്. അറബിക് കലിഗ്രാഫിയുടെ ഒരു ഇന്നർ ബ്യൂട്ടി,
അദ്ദേഹം അനുഭവിക്കുകയും അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ ഫുആദ് ഹോണ്ടയെ കുറിച്ച് നിങ്ങൾ പിന്നെ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ ആ ഒരു ലൈഫ് ജേർണി, എങ്ങനെയായിരുന്നു അദ്ദേഹം തുടക്കം, എങ്ങനെയാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത്, അദ്ദേഹത്തെ ഇസ്ലാമിക് ആർട്ടിന്റെ എന്ത് സൗന്ദര്യമായിരുന്നു അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത്. അങ്ങനെ ഉണ്ടല്ലോ, ചില കാര്യങ്ങളാണ് ചിലപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് ഒരു മനുഷ്യന്റെ മനസ്സിനെ മയക്കാൻ കഴിയുന്ന ഒരു തലമുണ്ട് ഇസ്ലാമിക് ആർട്ടിന്. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല അതിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ആന്തരികമായ ഒരു സൗന്ദര്യമുണ്ട്. അതാണ് ഫുആദ് ഹോണ്ടയെ സ്വാധീനിച്ചത്. മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് ഇതേ ഒരു ആർട്ട് സൗന്ദര്യം കൊണ്ടാണ്. അദ്ദേഹം ഫേമസ് ആയ ഒരു അറബി കലിഗ്രാഫറാണ് മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ നമ്മൾക്കറിയാം, നമ്മൾ ഈമാനിന്റെ സൗന്ദര്യം എന്നൊക്കെ നമ്മൾ പറയും. എന്താണ് ഈമാനിന്റെ സൗന്ദര്യം? ആർക്കാണത് വിശദീകരിക്കാൻ കഴിയുക? ഒരു വ്യക്തിയെ, ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈമാനിന്റെ വലിയ സൗന്ദര്യത്തെക്കുറിച്ച് നമ്മൾ വർണ്ണിക്കും. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെയാണ് ഒരാളുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുക? അത് ചിലതെല്ലാം അനുഭവങ്ങളാണ്. ആ ഈമാനിക സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് പറയാനേ കഴിയുള്ളൂ. അത് ചിലപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ പല രീതിയിൽ അനുഭവിച്ചറിയും. ആ വ്യക്തിയോടൊപ്പം നമ്മൾ സഹവസിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ ഈമാനിക സൗന്ദര്യം, അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അത് അദ്ദേഹത്തിന്റെ സൗന്ദര്യമാണ്. അതാണ് ഈമാനിക സൗന്ദര്യം എന്ന് പറയുന്നത്. അല്ലാതെ ഈമാനിക സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഈമാൻ എന്ന് എഴുതി വെക്കുന്ന ആ ഹത്തിന്റെ സൗന്ദര്യമല്ല ഈമാനിക സൗന്ദര്യം. മറിച്ച് ആ വ്യക്തി, ഒരു വ്യക്തി അദ്ദേഹവുമായി നമ്മൾ സംവദിക്കുമ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്ന ആ ഒരു അദ്ദേഹത്തിന്റെ സ്വഭാവ മര്യാദകളിലൂടെ, ഒരു ഇസ്ലാമിക മര്യാദകളിലൂടെ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഒരു തലമുണ്ട്. ആ തലത്തെയാണ് നമ്മൾ ഇസ്ലാമിക അല്ലെങ്കിൽ ഈമാനിക, ആ വ്യക്തിയുടെ ഈമാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എല്ലാത്തിലും ഉണ്ട്. ഇസ്ലാമിക് ആർട്ടിലും അത്തരത്തിലുള്ള ഒരു ഘടകമുണ്ട്. നമ്മൾ ഡൽഹിയിലെ സൂഫിസം പഠിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമിലെ സൂഫിസത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്പിരിച്വൽ വേൾഡ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഡൽഹിയിൽ ഒരുപാട് മക്ബറകളും ഒരുപാട് ഖാൻഖാവുകളും ഉണ്ട്. ഖാൻഖാ എന്ന് പറഞ്ഞാൽ സൂഫി ദർഗകളുണ്ട്. അവിടെയെല്ലാം നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്തിപ്പെടുന്ന തലങ്ങൾ വേറെ ആയിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ആർട്ട് എന്ന് പറയുന്നത്, സൗന്ദര്യം, ഐസ്തെറ്റിക്സ്, ഇതിനെ ആസ്വദിക്കുക എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. ഇസ്ലാമിക് ആർട്ടിന്റെ ഒരു പെയിന്റിങ് കണ്ടാൽ, മുഗൾ പെയിന്റിങ്ങുകൾ നിങ്ങൾ പഠിച്ചു നോക്കുക. മുഗൾ പെയിന്റിങ് എന്ന് പറഞ്ഞിട്ട് തന്നെ വേറൊരു തലമുണ്ട്. മുസ്ലിം ഇസ്ലാമിക് പെയിന്റിങ്ങുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കുക. അതിൽ തന്നെ പല ആളുകളും അതിനെ ആസ്വദിക്കുകയും അതിനെ വർണ്ണിക്കുകയും വ്യത്യസ്ത തലത്തിലാണ്. ഞാൻ ആസ്വദിക്കുന്ന തലത്തിൽ നിന്ന് ആവണമെന്നില്ല നിങ്ങൾ ഓരോരുത്തരും അതിനെ ആസ്വദിക്കുന്നത്. അപ്പൊ ആസ്വാദന തലങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ആർട്ട് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു തലമാണ് ഇസ്ലാമിന്റെ. അതിനെ നമ്മുടെ കലാലയങ്ങളിൽ, നമ്മുടെ മുസ്ലിം സ്ഥാപനങ്ങളിൽ, ഇസ്ലാമിക് സ്റ്റഡീസിന് കീഴിൽ എങ്ങനെയാണ് വ്യവഹരിക്കപ്പെടുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വേറൊരു കാര്യം കൂടി പറയാം. ജമാ മസ്ജിദ്, ഡൽഹിയിൽ ജമാ മസ്ജിദ് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ വാളിൽ ഒരു ഖുർആനായത്ത് എഴുതിയിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ചുവരിൽ ഒരു ഖുർആനായത്ത് എഴുതിയിട്ടുണ്ട്. ആ ഖുർആനായത്തിന് താഴെ ആ എഴുതിയ ആളുടെ പേര് കൂടി ഉണ്ടാവും. ആ എഴുതിയിരിക്കുന്ന ആളുടെ പേരുണ്ട്, ആ എഴുതിയിരിക്കുന്ന ആള് ഏത് വർഷമാണ് അത് എഴുതിയിരിക്കുന്നതെന്ന് ഉണ്ടാവും. പക്ഷെ ഇത് വായിച്ചെടുക്കണമെങ്കിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതിനുള്ളിലുള്ള ഒരു ചരിത്ര ആവിഷ്കാരത്തെ നമ്മൾക്ക് പഠിക്കാൻ കഴിയണം. നമ്മൾ സാധാരണ ആർട്ട് വായിക്കും, കാണും, നമ്മൾ കണ്ണുകൊണ്ടുള്ള ഒരു ആസ്വാദനത്തിനപ്പുറം അതിൽ നിന്ന് നമ്മൾക്ക് കിട്ടേണ്ട ചില അറിവുകളുണ്ട്. ആ അറിവിൽ പ്രധാനപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് ഏത് സമയത്താണ് ഇത് എഴുതിയത്, അതെല്ലാം തന്നെ ചിലപ്പോ ആ ഒരു ആർട്ട് വർക്കിലെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയണം. ചിലപ്പോൾ അതൊരു ചരിത്ര സംഭവമാവാം. ആ ചരിത്ര സംഭവത്തെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയണം. ചിലപ്പോൾ ആ സമയത്ത് നടന്ന ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടായിരിക്കാം കാലിഗ്രാഫി എഴുതിയിട്ടുണ്ടാവുക. ഖുർആനായത്ത് തന്നെ ആവണമെന്നില്ല, മറ്റെന്തെങ്കിലും വിഷയങ്ങളായിരിക്കാം അറബിയിൽ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അതെല്ലാം നമ്മൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ ഭാഷയിൽ നമ്മൾ നല്ല പ്രാവീണ്യമുള്ളവരാവണം. എങ്കിൽ മാത്രമാണ് അത്തരത്തിലുള്ള കാലിഗ്രാഫി വർക്കുകളെ നമുക്ക് മനസ്സിലാക്കാനും അതിലൂടെ ഒരു പ്രദേശത്തിന്റെ ചരിത്രം വായിച്ചെടുക്കാൻ നമുക്ക് കഴിയുള്ളൂ. ഇതാണ് എസ്തെറ്റിക്സ്. ഇതിന്റെ സൗന്ദര്യ ശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ യൂറോപ്പ് ഈ സൗന്ദര്യ ശാസ്ത്രത്തെ പഠിച്ചു കഴിഞ്ഞപ്പോ അവര് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാക്കി. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക് സ്റ്റഡീസിനെ വ്യത്യസ്ത തലങ്ങളിൽ അവതരിപ്പിക്കുന്നത് യൂറോപ്പാണ്. അല്ലാതെ അറബ് കൺട്രീസോ
ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങളോ അല്ല. നിങ്ങൾ വെറുതെ പിന്നെ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ ഒരുപാട് ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ സെന്റർ ഫോർ മിഡിൽ ഈസ്റ്റേൺ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സെന്റർ ഉണ്ട്. അതിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇസ്ലാമിക് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു പഠന ശാഖ തന്നെയുണ്ട്. നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്. അതിൽ പഠിപ്പിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പിന്നെ തലങ്ങൾ അല്ലെങ്കിൽ പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത് മാനുസ്ക്രിപ്റ്റ്സ് ആണ്, കയ്യെഴുത്ത് പ്രതികൾ, ആൻഡ് കലിഗ്രാഫിയാണ്, മാത്സ് ആൻഡ് ഇസ്ലാമിക് ആർട്ട്, ഗണിതശാസ്ത്രവും ഇസ്ലാമിക് കലയുമാണ്, അതുപോലെ ജിയോമെട്രി, ഡിസൈൻ. ഇതൊക്കെയാണ് ഞാൻ ഈ പറയുന്ന ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഫോർ മിഡിൽ ഈസ്റ്റേൺ സ്റ്റഡീസിൽ പഠിപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ബാംബർഗ് യൂണിവേഴ്സിറ്റി ബാച്ചിലർ ഡിഗ്രി മുതൽ PhD വരെ സാധ്യമാവുന്ന രീതിയിലാണ് അവർ ഇസ്ലാമിക് ആർട്ട് ആൻഡ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിനെ സംവിധാനിച്ചിരിക്കുന്നത്. ബാംബർഗ് യൂണിവേഴ്സിറ്റി, അവിടെയും ഇസ്ലാമിക് സ്റ്റഡീസിന് കീഴിലെ പ്രധാന പാഠ്യവിഷയമാണ് എന്ത്? ആർട്ട് എന്ന് പറയുന്നത്. അവിടെയും ആർക്കിയോളജി ആർട്ടിനോടൊപ്പം ചേർത്ത് വെച്ചിട്ടാണ് ബാംബർഗ് യൂണിവേഴ്സിറ്റി ഇസ്ലാമിക് സ്റ്റഡീസിനെ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാലും ഫാക്കൽറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസ് അവരവതരിപ്പിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇസ്ലാമിക് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. കണ്ടോ, ഇവിടെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അവിടെയൊക്കെയും ഇസ്ലാമിക് ആർട്ട് മാത്രമല്ല വരാം, അതിനോടൊപ്പം ചേർത്ത് വെക്കുന്നത് ഒന്നെങ്കിൽ ഇസ്ലാമിക് ആർട്ടിനോടൊപ്പം ചേർത്ത് വെക്കുന്നത് ആർക്കിയോളജിയോ അല്ലെങ്കിൽ ആർക്കിടെക്ചറോ ആയിരിക്കും. കണ്ടോ, അപ്പോ ഇസ്ലാമിക് ആർട്ട് എന്ന് പറയുന്നത് സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയാത്ത ഒരു പഠനശാഖയാണ്. അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വെക്കേണ്ട ചില ഉപഘടകങ്ങളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ യൂണിവേഴ്സിറ്റികളെല്ലാം, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോലും ഇസ്ലാമിക് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്നാണ് ആ പഠനശാഖക്ക് പേരിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആ യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ 3 ഭാഷകൾ നിർബന്ധമായി അറിഞ്ഞിരിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഭാഷ അറബിയാണ്, രണ്ടാമത്തത് പേർഷ്യൻ ആണ്, മൂന്നാമത്തത് ഒട്ടോമൻ ടർക്കിഷ് ആണ്. ഇപ്പോഴത്തെ ഒട്ടോമൻ ടർക്കിഷ് എന്ന് പറയുന്ന 3 ഭാഷകൾ, ഈ 3 ഭാഷകളാണ് ഇതിലേക്ക് ഈ ഒരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ബാച്ചിലർ ഡിഗ്രിയിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു വിദ്യാർത്ഥിയുടെ മുമ്പിൽ വെക്കുന്ന ഉപാധികൾ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി തന്നെ ഓൺലൈനായിട്ട് നടത്തുന്നുണ്ട് ഇസ്ലാമിക് ആർട്ടിന്റെ ഒരു കോഴ്സ് നടത്തുന്നുണ്ട് 1 വർഷത്തെ. അതും ഈ പറയുന്ന പോലെ ഇസ്ലാമിക് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റുമായി സംയോജിച്ചുകൊണ്ടാണ്. പിന്നെ ലണ്ടൻ യൂണിവേഴ്സിറ്റി, ഒരുപാട് യൂണിവേഴ്സിറ്റി, എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും പേര് പറയാൻ സമയമില്ല. ലണ്ടൻ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹിസ്റ്ററി ആണ്, ചരിത്ര ഡിപ്പാർട്ട്മെന്റുമായി ചേർന്നുകൊണ്ടാണ് ആർക്കിടെക്ചർ ഇസ്ലാമിക് ആർട്ടിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്റീരിയർ ഡിസൈൻ, ഇന്ന് ലോകത്ത് ഇന്റീരിയർ ഡിസൈൻ രംഗത്തേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കലയാണ് അല്ലെങ്കിൽ തലമുണ്ട് ഇസ്ലാമിക് ആർട്ടിന്. വീടുകളിലെല്ലാം ഇന്റീരിയർ ഡിസൈനിങ് വെക്കുമ്പോൾ അതിനെ ഇസ്ലാമിക് ആർട്ടുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു പുതിയ അവതരണ ശൈലി ലോകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ സെന്റർ ഫോർ മിഡിൽ ഈസ്റ്റേൺ ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്ന സെന്ററിൽ അതിന് കീഴിൽ ഇസ്ലാമിക് ആർട്ട് ഉണ്ട്, ഇസ്ലാമിക് ആർക്കിടെക്ചർ ഉണ്ട്, ആർക്കിയോളജി ഉണ്ട്. ഈ 3 പഠനശാഖയും ചേർന്നുകൊണ്ടാണ് അവർ ഇസ്ലാമിക് സ്റ്റഡീസിനെ അവിടെ സംവിധാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വിക്ടോറിയ യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർട്ട് ഹിസ്റ്ററി ആണ്. അവർ ഹിസ്റ്ററി എന്ന് പറയുന്ന ശാഖയുമായിട്ട് ചേർത്തിട്ട് വിഷ്വൽ സ്റ്റഡീസിനെ ഇസ്ലാമിക് ആർട്ടായിട്ട് ചേർത്തിരിക്കുകയാണ്. അതുപോലെ ബ്രൗൺ യൂണിവേഴ്സിറ്റി ഇസ്ലാമിക് സ്റ്റഡീസിന് കീഴിൽ ഇസ്ലാമിക് ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിനെ അവതരിപ്പിച്ചിരിക്കുന്നു. എഡിൻബർഗ് യൂണിവേഴ്സിറ്റി ഇസ്ലാമിക് ആർട്ടിനെ ആർക്കിടെക്ചറുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അവിടെയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിസ്റ്ററി, ആർട്ട്, ആർക്കിടെക്ചർ, ഈ 3 രീതിയിലാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം അതുപോലെ തന്നെ ഇസ്ലാമിക് ആർക്കിയോളജി ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാമിക് ആർക്കിയോളജിനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആഫ്രിക്കൻ സ്റ്റഡീസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആന്ത്രോപോളജി, അതുപോലെ തന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ. ഇതെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുന്ന വൈജ്ഞാനിക ശാഖയുടെ താഴെ വരുന്നതാണ്. ഇസ്ലാമിക് ആർക്കിയോളജി, ആർക്കിടെക്ചർ, അതുപോലെ തന്നെ ജിയോമെട്രി, ഇതെല്ലാം തന്നെ ഇസ്ലാമിക് സ്റ്റഡീസ്. ഇപ്പൊ നമ്മൾ ഇസ്ലാമിക് സ്റ്റഡീസിനെ മനസ്സിലാക്കിയ ഒരു ശൈലിയുണ്ട്, അതായത് ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ, ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ, അല്ലെങ്കിൽ കുത്തുബുദ്ദീനിയാത്ത്, ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ. ഇതിനപ്പുറം മറ്റൊരു തലം ഇസ്ലാമിക് സ്റ്റഡീസ് അല്ലെങ്കിൽ ഇസ്ലാമിക് ആർട്ടിനുണ്ട്. അതിനെ നമുക്ക് ഇതിനോട് ചേർത്ത് വെക്കാൻ ഈ വരുന്ന കാലഘട്ടത്തിലെങ്കിലും കഴിയണം. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇംപ്ലിമെന്റേഷൻ, അതിന്റെ അതിനെ ഒരു പ്രാമാണികമായി അവതരിപ്പിക്കാനുള്ള ഒരു സ്പേസ് നമ്മുടെ സ്ഥാപനങ്ങളിൽ നമുക്ക് വേണം.
ഇത് കേവലമായിട്ടുള്ള ഒരു സംസാരമായി ഒരു ടോക്കായി മാത്രം നിങ്ങൾ ഇതിനെ കാണരുത്. വരും തലമുറകൾക്ക് വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇസ്ലാമിക് ആർട്ടിനെ വലിയ വിപ്ലവങ്ങൾ നടത്തുന്ന കാലഘട്ടമാണ്. യൂറോപ്പ് പോലും ഈ ഇസ്ലാമിക് ആർട്ടിൽ വലിയ വലിയ വിപ്ലവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഇനിയും പിന്നെ ഇസ്ലാമിക് ആർട്ടിന്റെ മറ്റു വശങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കേണ്ടതുണ്ട്. എന്റെ സമയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ ഉദ്യാന നിർമ്മാണം എന്നാണ്, പൂന്തോട്ട നിർമ്മാണം. ഇസ്ലാമിൽ എന്താണ് ഉദ്യാന നിർമ്മാണത്തിന്റെ പ്രത്യേകത എന്നറിയോ? നമുക്കറിയാം, ദ കൺസെപ്റ്റ് ഓഫ് പാരഡൈസ് ഗാർഡൻ, അതായത് സ്വർഗീയ ആരാമങ്ങൾ എന്ന് ഖുർആൻ പേരിട്ട് വിളിച്ച സ്വർഗത്തെ കുറിച്ച് ഖുർആൻ വർണ്ണിക്കുമ്പോൾ എപ്പോഴും പറയുന്നുണ്ട്, പിന്നെ താഴെ കൂടി അരുവികൾ ഒഴുകുന്ന നദികൾ, ആറുകൾ ഒഴുകുന്ന, പാലൊഴുകുന്ന, തേനൊഴുകുന്ന നദികളെ കുറിച്ചിട്ടാണ് എപ്പോഴും ഖുർആൻ വർണ്ണിക്കുക. നിങ്ങൾ ഖുർആൻ എടുത്ത് ഒന്നും കൂടി സ്വർഗത്തെ കുറിച്ച് വായിച്ചു നോക്കുക. അവിടെയൊക്കെയും സ്വർഗീയ ആരാമങ്ങൾ എന്ന് പറയുന്ന ഒരു വാചകം നിങ്ങൾക്ക് കാണാം. അതിന്റെ അർത്ഥത്തിൽ ദ കൺസെപ്റ്റ് ഓഫ് പാരഡൈസ് ഗാർഡൻ എന്നാണ് അതിനെ പറയാ. അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഒരു സൗന്ദര്യ ബോധത്തെ ഉണർത്തുന്നതാണ്. നിങ്ങൾ പൂന്തോട്ടങ്ങൾ, നമ്മൾ എന്തിനാണ് ഗാർഡനുകളിൽ പോകുന്നത്? എന്തിനാണ്? നമ്മുടെ മാനസികമായിട്ടുള്ളൊരു ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു ആസ്വാദനം എന്ന് പറയുന്ന തലത്തിലേക്ക് ഇസ്ലാമിക് ആർട്ടിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു പഠനശാഖ കൂടിയാണ് ഹോർട്ടിക്കൾച്ചർ, ഉദ്യാന നിർമ്മാണം. ഒരാൾ ഒരു പൂന്തോട്ടം നിർമ്മിക്കുക എന്ന് പറയുന്നത് അയാളുടെ ഒരു കലയുടെ, അയാളുടെ ഒരു കഴിവിന്റെ, അല്ലെങ്കിൽ ഇസ്ലാമിക് ആർട്ടിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിനെ വ്യത്യസ്തമായ തലങ്ങളിൽ ലോകത്ത് പിന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് മുഗളന്മാരുടെ കാലഘട്ടം, നിങ്ങൾ ഡൽഹിയിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ മുസ്ലിം കാലഘട്ടങ്ങൾ നിർമ്മിച്ച ഒരുപാട് ഗാർഡൻസ്, ഉദ്യാനങ്ങൾ നിങ്ങൾക്ക് കാണാം. ഷാലിമാർ, അതുപോലെ തന്നെ ഷാജഹാൻ ഉണ്ടാക്കിയതും ഔറംഗസേബ് ഉണ്ടാക്കിയതും, അതുപോലെ മുഗളന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതും ഡൽഹി സുൽത്താൻമാരുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതുമായ നിരവധി ഉദ്യാനങ്ങൾ കാണാം. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേകത കാണാം. അവിടെ നിങ്ങൾ അതിനിടയിലൂടെ നീർച്ചാലുകൾ ഒഴുകാനായിട്ട് അവർ സ്പേസ് ഇട്ടുണ്ടാവും. ആ കൺസെപ്റ്റ് അവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അത് ഖുർആനിൽ നിന്നാണ് കിട്ടിയത്. ദ കൺസെപ്റ്റ് ഓഫ് പാരഡൈസ് ഗാർഡൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ആണത്. അപ്പൊ ഉദ്യാന നിർമ്മാണം ഒരു ആസ്വാദനമാണ് ഇസ്ലാമിക് ആർട്ടിലെ. അപ്പൊ എങ്ങനെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആർട്ടിനെ, ഇസ്ലാമിക് ആർട്ടിനെ നമ്മൾ എങ്ങനെയാണ് ആസ്വദിക്കേണ്ടത്? ആസ്വദിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്ന എന്ത് പ്രത്യേകതയാണോ എനിക്ക് ആ വർക്കിൽ നിന്നും മനസ്സിലാവുന്നത്, ഫീൽ ചെയ്യുന്നത്, അതാണ് ആ വർക്കിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇന്നല്ലാഹ ജമീലും വയുഹിബ്ബുൽ ജമാൽ, ഗോഡ് ഈസ് ബ്യൂട്ടിഫുൾ, ഹീ ലവ്സ് ബ്യൂട്ടി എന്നാണ് പറഞ്ഞത്. അള്ളാഹു സൗന്ദര്യവാനാണ്, അവൻ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതിനെ പലതരത്തിലാണ് സ്കോളേഴ്സ് വിശദീകരിച്ചിട്ടുള്ളത്. എങ്ങനെയൊക്കെയാണ് ഓരോ കാര്യത്തെയും വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാ തലങ്ങളിലേക്കും നമ്മൾ ഇറങ്ങിച്ചെല്ലുക, കൂടുതൽ ഈ വിഷയത്തെ പഠിക്കുക. ഞാനിപ്പോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇനിയും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പ്രദേശത്തെയും നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് തന്നെ പഠിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ഖത്ത് ഫൊന്നാനിയെ കുറിച്ച്, ഇസ്ലാമിക് കലയെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക കലയുടെ തുടക്കത്തെ കുറിച്ച് പിന്നെ നമ്മൾ പഠിക്കണം കേരളത്തിലെ. അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യയെ കുറിച്ച് നമ്മൾ പഠിക്കണം, തുർക്കിയെ കുറിച്ച് പഠിക്കണം. ഇതെല്ലാം നമ്മൾ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഇതിന്റെ വ്യത്യസ്തതകളെ നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു തലത്തെ മാത്രം പഠിക്കുമ്പോൾ വിഷയം എന്ന് വെച്ചാൽ അതാണ് ഏറ്റവും പിന്നെ പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ കല അതാണെന്ന് നമ്മൾ മനസ്സിലാക്കും. മാത്രമല്ല അതിൽ നമ്മൾ ഒതുങ്ങുകയും ചെയ്യും. അങ്ങനെയല്ല വേണ്ടത്. മറിച്ച് ഓരോ പ്രദേശത്തെയും ഇസ്ലാമിക കലയുടെ ഡെവലപ്മെന്റ്സുകളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പഠന പിന്നെ തലങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ ഉയരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി എന്നെ ക്ഷണിച്ച ഈ പരിപാടിയുടെ പിന്നെ സ്ഥാപനത്തിന്റെ അധികാരികൾക്ക് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് ആർട്ടില് ഇപ്പോ നിലവില് പൂർവ്വകാല ആർട്ടിൽ നിന്നുള്ള മാറ്റങ്ങൾ സംബന്ധിച്ച് ഒന്ന് പറയാമോ? ഏതൊക്കെ തരത്തിലാണ് അതിൽ മാറ്റങ്ങൾ ദൃശ്യപ്പെടുന്നത് സംബന്ധിച്ച്?
ഇസ്ലാമിക് ആർട്ടിലെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക് ആർട്ടിലെ ഒരു തലം എന്ന് പറയുന്നത് ജിയോമെട്രിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ തന്നെ അറബസ്ക്യൂ, അതുപോലെ തന്നെ അതിൽ തന്നെ വരുന്ന മറ്റു ഓർണമെന്റേഷൻ, അതിൽ തന്നെ ക്രിസ്റ്റൽ, ക്വാസി ക്രിസ്റ്റൽ രീതികൾ എങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ട് ഈ ജാമിതീയ കലകളെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജിയോമെട്രിയെ ഡെവലപ്പ് ചെയ്യുന്നത്, ഇതിനെ കുറിച്ചിട്ടുള്ള ഗവേഷണങ്ങളാണ് നടക്കുന്നത്. ആ ഗവേഷണങ്ങളാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ട്രെൻഡായി നിൽക്കുന്നത്. എറിക് ബോ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ ഒരു ജിയോമെട്രി ഡിസൈനർ ഉണ്ട്. അത് നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ച അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കാം. അതിൽ തന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അത് പറയുന്നത്. എറിക് ബോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതുപോലെ തന്നെ ലോകത്ത് ജിയോമെട്രി, ഇസ്ലാമിക് ജിയോമെട്രി പാറ്റേൺ ഇന്ന് പഠിക്കുന്നത് മുസ്ലിംസിനേക്കാൾ യൂറോപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവര് അതിൽ ഗവേഷണങ്ങളാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ അറബസ്ക്യൂ എന്ന് പറയുന്ന ക്വാസി ക്രിസ്റ്റൽ രീതികളെ കുറിച്ച് അവർ പഠിക്കുന്നുണ്ട്. അതുപോലെ അറബിക് കലിഗ്രാഫിയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ തലങ്ങളെ കുറിച്ച് അറിയാനുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇന്റീരിയർ ഡിസൈൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമാബാദ് യൂണിവേഴ്സിറ്റി, അതുപോലെ വേറെ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിലെ തിസീസ് എന്ന് പറയുന്നത്, അവര് ഒരു വിദ്യാർത്ഥി സമർപ്പിച്ച PhD തിസീസ് എന്ന് പറയുന്നത് അറബിക് കലിഗ്രാഫി ഇന്റീരിയർ ഡിസൈൻ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഏതൊക്കെ തലങ്ങളിലാണ് വ്യവഹരിക്കപ്പെടുന്നത് എന്നതാണ്. അപ്പോ ഒരു ആർട്ട്, ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ മുസല്ല, നമ്മുടെ മുമ്പിലുള്ള മുസല്ല, നമ്മൾ നമസ്കരിക്കുന്ന മുസല്ലയെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതിൽ ഓരോ കാര്യങ്ങളും, അതിൽ ആ ഡിസൈനിങ്, അത് തന്നെയാണ് ആർട്ട് എന്ന് പറയുന്നത്. നമ്മൾ നമസ്കരിക്കുന്ന മുസല്ലയിലേക്ക് നിങ്ങളൊന്ന് വെറുതെ നിങ്ങളുടെ കണ്ണുകൾ ഓടിച്ചു നോക്കുക. അതില് സൈഡിലൊക്കെയും വളരെ സുന്ദരമായിട്ട് ഓർണമെന്റേഷൻ ചെയ്തിരിക്കും. വളരെ നല്ല വർക്കുകളുള്ള കുറെ കാര്യങ്ങൾ കാണാൻ കഴിയും. ഇതിനെ ഡെവലപ്പ് ചെയ്യുന്ന ഗവേഷണങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇസ്ലാമിക് ആർട്ടിന്റെ ഓരോ തലങ്ങൾ വെച്ചുകൊണ്ടാണ്. ഇപ്പൊ തുർക്കിയിൽ ഗവേഷണങ്ങൾ നടക്കുന്നത് പള്ളികൾ കേന്ദ്രീകരിച്ചിട്ടാണ്. അവിടെ എന്തൊക്കെയാണ് പുതിയ തലങ്ങൾ എന്ന് പറഞ്ഞാൽ പള്ളികൾ കേന്ദ്രീകരിച്ചിട്ടുള്ള റിസർച്ച് വർക്കുകൾ നടക്കുന്നുണ്ട്. അത് ശരിക്കും നടക്കുന്നതെന്ന് വെച്ചാൽ പഴയ കാലത്തേക്ക് ചരിത്രത്തെ മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയായി, ഒരു ടൂൾ ആയിക്കൊണ്ട് അറബിക് കാലിഗ്രാഫി അവർ മനസ്സിലാക്കുന്നുണ്ട്. അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ അവർ വായിച്ചെടുക്കുന്നുണ്ട്. നോർത്ത് ആഫ്രിക്കയിൽ പോയി കഴിഞ്ഞാലും അത് തന്നെയാണ് അവസ്ഥ. ചൈനയിൽ പോയി കഴിഞ്ഞാലും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക് ആർട്ട് എന്ന് പറയുന്നത് എല്ലാ രാജ്യത്തും അല്ലെങ്കിൽ എല്ലാ പ്രദേശത്തും ഒരേപോലെ വ്യവഹരിക്കപ്പെടുന്നില്ല. വ്യത്യസ്തമായ തലങ്ങളിലൂടെ ആ പ്രദേശത്തിന്റെ പ്രത്യേകതകളും ആ പ്രദേശത്തിന്റെ വേഷം, ആ പ്രദേശത്തിന്റെ ഭാഷ, ആ പ്രദേശത്തിന്റെ മറ്റു വൈജാത്യങ്ങളെല്ലാം തന്നെ ചേർത്തി വെച്ചുകൊണ്ടാണ് ഇസ്ലാമിക കല വ്യവഹരിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓരോ പ്രദേശത്തെയും നമ്മൾ വേറെ പഠിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഫീമെയിൽ മോസ്കുകളാണ്. ഇപ്പോൾ ചൈനയിലെ ഫീമെയിൽ മോസ്കുകളാണ് അറബിക് കാലിഗ്രാഫിയെ ഉയർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. അവിടെ മെയിൽ മോസ്കുകൾ എന്ന് പറയുന്ന സാധാരണ നമ്മുടെ നാടുകളിലുള്ള പള്ളികളുണ്ട്. പക്ഷെ അറബി കാലിഗ്രാഫിയെ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഫീമെയിൽ മോസ്കുകളാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിൽ ഓരോ പ്രദേശത്തെയുമാണ് നമ്മൾ അത്തരത്തിൽ പഠിക്കേണ്ടത്. അപ്പോൾ മാത്രമാണ് നേരത്തെ ചോദ്യം ചോദിച്ചതുപോലെ എവിടെയൊക്കെയാണ് ഇസ്ലാമിക് ആർട്ടിന്റെ പുതിയ തലങ്ങൾ എന്ന് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ സാർ, നമ്മുടെ ഇസ്ലാമിക് ആർട്ടിന്റെ ഹിസ്റ്ററിയുടെ വലിയ ഒരു സമ്പന്നമായ കാലഘട്ടം നോക്കുകയാണെങ്കിൽ നമുക്ക് ചരിത്രപരമായിട്ട് പേർഷ്യ എന്നൊരു പേര് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതായി കാണാം. ഒരു ഇസ്ലാമിക് ആർട്ടിന്റെ ഒരു ചിത്രം നോക്കി വരികയാണെങ്കിൽ തന്നെ അന്നത്തെ പേർഷ്യയുടെ ഒരു ഉത്തുംഗമായ ഒരു രീതി അല്ലെങ്കിൽ അതിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയുമല്ലോ. ചരിത്രപരമായിട്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വികസനം അവിടെ ഉയർന്നു വരാൻ കാരണം? ഇപ്പൊ പേർഷ്യ എന്ന് പറയുമ്പോൾ നമ്മള് പൗരാണിക കാലത്തെ പേർഷ്യൻ രാജ്യങ്ങളെ കുറിച്ചിട്ട് ഒരു അതിർത്തിയെ നമുക്ക് ഇപ്പോഴും നിർണ്ണയിക്കാൻ കഴിയില്ല. പേർഷ്യ എന്നേ പറയാൻ പറ്റുള്ളൂ. ആ പേർഷ്യ, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ സെൻട്രൽ ഏഷ്യ എന്ന് പറയുന്ന രാജ്യങ്ങൾ പോലും നമ്മൾ പറയുന്നത് പേർഷ്യൻ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ പെട്ടതായിരുന്നു നമ്മൾ വ്യവഹരിക്കപ്പെടുന്നു. അപ്പോൾ ഈ ഡൽഹിയിലേക്ക്, ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഇസ്ലാമിക കല എന്ന് പറയുന്നത് പേർഷ്യൻ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. അപ്പൊ നമ്മൾ ഒരു പേർഷ്യന്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് തലങ്ങളുണ്ട്. എന്തെങ്കിലും ഒരൊറ്റ ഘടകം മാത്രമല്ല പേർഷ്യയുടെ ഇസ്ലാമിക കലയെ സ്വാധീനിച്ചത്.
ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ, ഡൽഹിയിൽ ഇസ്ലാമിക കലയെ സ്വാധീനിച്ചത് ഇന്ത്യയിലുള്ള ഏതെങ്കിലും വ്യക്തികളല്ല. ഇവരുടെ സൂഫിസം, ഇന്ത്യയിലേക്ക് കടന്നു വന്ന സൂഫി വര്യന്മാരുണ്ട്. അതുപോലെ തന്നെ മംഗോളിയരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആർട്ടിസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള മുസ്ലിം രാജാക്കന്മാര്, ഡൽഹി ഭരിച്ചിരുന്ന മുസ്ലിം രാജാക്കന്മാര് ഇൻവൈറ്റ് ചെയ്ത, അവരെ ഗസ്റ്റുകളായി കൊണ്ടുവന്ന് ഇവിടെ ഇന്ത്യയിൽ പണിതുയർത്തിയ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇവരെല്ലാവരും പേർഷ്യൻകാരായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം, ഇറാൻ എന്ന് പറയുന്ന രാജ്യം നമ്മൾ പ്രത്യേകം പഠിക്കണം. ഇറാനിലെ ഷിറാസി പട്ടണം, പേർഷ്യയിലെ ചില സ്ഥലങ്ങളെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നത്, പേർഷ്യൻ എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ പഠിക്കേണ്ടത് പേർഷ്യയിലെ വളരെ പർട്ടിക്കുലറായ ചില പ്രദേശങ്ങൾ. ഞാൻ നേരത്തെ വായിച്ചു വെച്ച ചില പ്രദേശങ്ങളുണ്ട്. ഷിറാസ് ഇറാനിലെ, ഇറാഖിലെ, അതുപോലെ മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങൾ, നേരത്തെ ഞാൻ ഇസ്ഫഹാൻ, തിബിരീസി പട്ടണം, ഇവിടെയെല്ലാമുള്ള പേർഷ്യൻ സംസ്കാരങ്ങൾ, അവിടെയുള്ള പൗരാണികമായിട്ടുള്ള ആ ഒരു കലാവിഷ്കാരങ്ങളെ, നമ്മൾ നിർമ്മിതികളെ അടുത്തറിയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രം അറിയാൻ കഴിയുള്ളൂ. ഇപ്പോഴും ഞാൻ പറയുന്നത്, പൗരാണിക പേർഷ്യൻ ഹിസ്റ്ററിയുടെ യഥാർത്ഥ ഏടുകളൊന്നും നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടില്ല. കാരണം അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഇത് ട്രാൻസ്ഫോം ചെയ്തിട്ടില്ല. ഈ അറിവ് എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിൽ, ഒരു ഗ്രന്ഥത്തിൽ നിന്നും മറ്റൊരു ഗ്രന്ഥത്തിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മാത്രമാണ് ഇത് അറിവ് കൈമാറ്റം ചെയ്യപ്പെടുള്ളൂ. ഈ അറിവ് കൈമാറ്റം പല രീതിയിലും ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇസ്ലാമില്, മിഡിൽ ഈസ്റ്റിലും ഒക്കെയും പല രാജ്യങ്ങളും ഇസ്ലാമിലേക്ക് വന്നപ്പോഴും മുസ്ലിങ്ങൾ ആദ്യം ചെയ്തത് ട്രാൻസ്ലേഷൻ മൂവ്മെന്റുകൾ ഉണ്ടാക്കുകയാണ്. ട്രാൻസ്ലേഷൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ, അവിടെയുള്ള ഗ്രീക്ക്, ലാറ്റിൻ ഭാഷകളിൽ നിന്നും ഗ്രന്ഥങ്ങളെല്ലാം അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് അവരുടെ ആ ഒരു ചരിത്ര വസ്തുതകൾ അടുത്തറിയാൻ കഴിയുള്ളൂ. അതല്ലാതെ നമ്മുടെ മുമ്പിൽ വേറൊരു വഴിയുമില്ല. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ, യഥാർത്ഥ സോഴ്സുകൾ, പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ, പേർഷ്യൻ ഭരണകൂടത്തിന്റെ യഥാർത്ഥ ഏടുകളെ കുറിച്ചിട്ടുള്ള വ്യക്തമായ കയ്യെഴുത്ത് പ്രതികൾ നമുക്കിപ്പോഴും അന്യമാണ്. നമ്മളിപ്പോഴും പഠിക്കുന്നത് ഓറിയന്റലിസ്റ്റുകളോ അല്ലെങ്കിൽ പാശ്ചാത്യരോ എഴുതി പിടിപ്പിച്ച കുറെ പുസ്തകങ്ങളിൽ നിന്നാണ് നമ്മൾ അതിനെ പ്രൈമറി സോഴ്സ് ആയിട്ട് മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ അത് സെക്കൻഡറി സോഴ്സ് ആണ്. പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും മ്യൂസിയങ്ങളിലാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, നിങ്ങൾ മ്യൂസിയങ്ങൾ സന്ദർശിക്കുമ്പോൾ, അല്ലെങ്കിൽ മ്യൂസിയങ്ങളിൽ ആണ് അത്തരത്തിലുള്ള യഥാർത്ഥ ചരിത്രം, ഇതിന്റെ ചരിത്രം എവിടെ നിന്ന് വന്നു എന്ന് അറിയണമെങ്കിലുള്ള ഗ്രന്ഥങ്ങൾ ഇപ്പോഴും ലൈബ്രറികളിലില്ല. ലൈബ്രറികളെല്ലാം തന്നെ അതിന്റെ അച്ചടിച്ച മറ്റൊരു വേർഷനാണ്. അത് ഏതെങ്കിലും ബ്രിട്ടീഷുകാർ എഴുതിയതോ അല്ലെങ്കിൽ പിൽക്കാലഘട്ടത്തിൽ ഏതെങ്കിലും ഓറിയന്റലിസ്റ്റ് തയ്യാറാക്കിയതോ ആയ പുസ്തകങ്ങളിൽ നിന്നാണ് നമ്മൾ ഇസ്ലാമിക് ആർട്ടിനെ കുറിച്ച് പഠിക്കുക. അപ്പോൾ ഒരു സോഴ്സ്, പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇതിൽ. അപ്പോ പേർഷ്യൻ സാമ്രാജ്യം എന്നല്ല, ഏതൊരു പ്രദേശത്തെ കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിൽ കൂടിയും അതിന്റെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ല എങ്കിൽ നമുക്ക് ഫോൾസ് ആയിട്ടുള്ള നോളജ് ആയിരിക്കും കിട്ടുക. നമ്മൾ അതിങ്ങനെ ഫോളോ ചെയ്യും. കുറെ കഴിയുമ്പോഴാണ് മനസ്സിലാവുക അതല്ല ഇതാണ് എന്ന്. അപ്പോ ഇസ്ലാമിക് ആർട്ടിന്റെ നേരത്തെ പറഞ്ഞതുപോലെ പേർഷ്യൻ ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ട് തന്നെ പഠിക്കേണ്ടത് വേറെ തലമാണ്. അതിനെക്കുറിച്ച് പഠിക്കാൻ തന്നെ നമ്മൾ ഒരു സമയം കണ്ടെത്തി അതിനു വേണ്ടി ഒരു റിസർച്ച് തന്നെ നടത്തേണ്ടത് അത്യാവശ്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ലളിതമായ സമയം കൊണ്ട് നമുക്ക് ഇത്രയേറെ അറിവുകൾ സമ്മാനിച്ച സബാഹ് സാറിന് 1000 കൃതജ്ഞത അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ആസ്പദമായി കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുവാനും അതിലേക്ക് കൂടുതൽ പേരെ ആകർഷിപ്പിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് സബാഹ് സാറ് നമ്മുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ച് ധാരാളം തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് ഈ പരിപാടിയിൽ എത്തിയതിന് വളരെയേറെ സന്തോഷം അറിയിക്കുകയാണ്. അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മറ്റെല്ലാ സുഹൃത്തുക്കൾക്കും വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.